ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ ഒരുപാട് ആമുഖ പ്രശ്നങ്ങളോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് വേഗം എന്ത് ചെയ്യാം, മോഷൻ 2 ഡയമെൻഷനുള്ള പാഠം തുടങ്ങാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്ക്രീൻ കാണുന്നില്ല, എന്നെ കാണുന്നില്ല, സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? അവിടെ അല്ലേ? നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തുടങ്ങാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കാരണം കറക്റ്റ് 7 മണിക്ക് തുടങ്ങിയാൽ ശരിയില്ല. അപ്പോൾ നമുക്ക് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം എല്ലാവരും ലിങ്കൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ 1.5 മണിക്കൂർ നല്ല ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ചെറിയൊരു റിവിഷൻ പോലെ ആവുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ഫിസിക്സ് അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന മോഷൻ 2 ഡയമെൻഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ട് നമ്മൾ മെക്കാനിക്സിൽ അല്ലേ, വണ്ടി കഴിഞ്ഞിട്ടാണ് 2D പഠിക്കുന്നത് അല്ലേ. വണ്ടി നിങ്ങൾ തറവായിട്ട് നിങ്ങൾ കുറേ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് പക്കായിട്ട് ഇരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 2D എന്നുള്ള പാഠം നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇപ്പോൾ 2D എന്നുള്ള പാഠത്തിൻ്റെ പ്രത്യേകത എന്താണ്? ബേസിക്കലി ഇത്രയുള്ള വണ്ടി ഇൻറ്റു 2 ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയേ ഉള്ളൂ. 2D എന്ന പാഠത്തിൽ പഠിക്കുന്നു നിങ്ങൾ ഇത്രയേ ഉള്ളൂ. വണ്ടി ഒരു ആക്സസ് ചെയ്യുന്നു, വണ്ടി അടുത്ത ആക്സസ് ചെയ്യുന്നു, ഇതിൻ്റെ റിസൾട്ടിന് കണ്ടുപിടിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഒരു ആക്സസിൽ ഇതിൽ വണ്ടി അപ്ലൈ ചെയ്യുന്നു, ഇതിൽ വണ്ടി അപ്ലൈ ചെയ്യുന്നു, അത് രണ്ടാമത്തിലാക്കുന്നു. അത്രയേ 2Dയിലുള്ളൂ. അപ്പോൾ വണ്ടി അത്രയും തറവാണെങ്കിൽ ഈ ഒരു വെക്ടർ സാധനം കൂടി അറിയുകയാണെങ്കിൽ നിങ്ങൾ ബേസിക്കലി എന്ത് കഴിഞ്ഞിടാം, 2D എന്നുള്ള പാഠം കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ തുടങ്ങിയിട്ടില്ല. ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ പാഠത്തിൽ ബേസിക്കലി എന്താ ഉള്ളടാ? ഈ പാഠത്തിൽ ബേസിക്കലി എന്താ ഉള്ളത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വെക്ടർ പാർട്ടുണ്ട് അല്ലേ. കുറേ വെക്ടേഴ്സ്, മാത്തമാറ്റിക്കൽ കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആണ് അല്ലേ. കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ സാധനം, വെക്ടേഴ്സ് എന്ന സാധനമുണ്ട്. അടുത്ത ഈ പാഠത്തിൽ എന്തുണ്ട്? റിലേറ്റീവ് വെലോസിറ്റി. സാധാരണ ശരിക്കും ചില സാറുമാർ റിലേറ്റീവ് വെലോസിറ്റി ഫസ്റ്റ് പാഠത്തിൽ പഠിപ്പിക്കും. ഞാൻ സാധാരണ റിലേറ്റീവ് വെലോസിറ്റി രണ്ടാമത്തെ ഈ മോഷൻ 2 ഡയമെൻഷനാണ് പഠിപ്പിക്കാറ്. കാരണം ഇതിൽ റെയിൻമാൻ പ്രോബ്ലം, റിവർ ക്രോസിംഗ് പ്രോബ്ലമൊക്കെ ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊത്തത്തിൽ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള സാധനം നമുക്ക് കുറച്ചുകൂടി സ്ട്രെസ്സായിട്ട് ഈ സാധനത്തിൽ നോക്കാം. മൂന്നാമത്തെ നമുക്ക് ഇതിലെന്തുണ്ടാ, പ്രൊജക്റ്റൈൽ മോഷൻ എന്നുള്ള സാധനം ഉണ്ട് അല്ലേ. ഈ പാഠത്തിൻ്റെ സോൾ എന്ന് പറഞ്ഞ സാധനം പ്രൊജക്റ്റൈൽ മോഷൻ അല്ലേ. എല്ലാവർക്കും ഇക്വേഷനൊക്കെ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. r=u² sin 2θ/g, h=u² sin square θ/2g, t=u sin θ/g, 4h=r tan θ. അങ്ങനത്തെ ഇക്വേഷൻസ് കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാലാമത്തെ സാധനം എന്താണ്? ഈ പാഠത്തിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തൊട്ട് പോകുന്നുണ്ട്, സർക്കുലർ മോഷൻ അല്ലേ. സർക്കുലർ മോഷനും ചില സാറുമാർ ഇവിടെ പഠിപ്പിക്കും, ചില സാറുമാർ റൊട്ടേഷൻ എന്നുള്ള പാഠത്തിൽ പഠിക്കും. ഞാൻ കുറച്ചിവിടെ അല്ലെ ബേസിക് 2D സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് റൊട്ടേഷൻ, വെർട്ടിക്കുലർ സർക്കുലർ മോഷനൊക്കെ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇവിടെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സർക്കുലർ മോഷൻ എന്താ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്നാണ് പറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പം ഈ 4 ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നു, നല്ല നല്ല ക്വസ്റ്റ്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തതിലോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എടാ നിങ്ങൾക്കൊക്കെ ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വെറുതെ എനിക്കൊരു സുഖം കിട്ടാൻ വേണ്ടി പറയുന്നതല്ല. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും എഫേർട്ട് എന്ന് പറയുമ്പം ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെടുകയെന്നല്ല. അപ്പം എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ 24 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ വന്ന് ഇവിടെ നിൽക്കുകയാണല്ലോ. അപ്പം നിങ്ങൾക്കത് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഇവിടെ കോമഡായി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എനിക്ക് വേറെ എൻ്റെ കാര്യങ്ങളോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം യെസ് എന്ന് പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് പറയാം, സാറെ കുറച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് സാറ് മെല്ലെ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഓക്കെ, ക്രിറ്റിസിസം കേട്ടിട്ട് അയ്യോ എന്താ അങ്ങനെ പോയെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ഇനി ഒരാൾ വെയിറ്റ് ഒന്നും ചെയ്യണ്ടല്ലോ അല്ലേ, വെയിറ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതുവരെ ഫിസിക്സ് തുടങ്ങിയില്ലെങ്കിൽ ദയവ് ചെയ്ത് തുടങ്ങുക. അത്രയും സീരിയസ്ലി ഫിസിക്സ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, 2 ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യില്ല. ദിവസം ഇരുന്ന് ചെയ്യുക. ചടച്ച് പണ്ടാറടങ്ങും. പക്ഷെ എന്നാലും കുറേ ചടപ്പിന് ശേഷം നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എനിക്ക് എന്തൊക്കെയോ അറിയാൻ പൊട്ടനല്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അതിൽ നിന്ന് കയറി പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുക. നമുക്ക് തുടങ്ങാം. ഓക്കെ, മതി.
അത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്യുന്നു. എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് കളിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറച്ച് ആലോചിക്കാനുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ചെയ്തേ, ഈ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തേ. An aeroplane is flying at a constant horizontal velocity of 600 km/h at an elevation of 6 km towards a point directly above the target on the Earth's surface. At an appropriate time, the pilot releases a ball so that it strikes the target at the Earth. The ball will appear to be falling. Option A. എന്താ ബേസിക്കലി എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു എയറോപ്ലെയിൻ ഉണ്ട് അല്ലേ, ഒരു എയറോപ്ലെയിൻ ഉണ്ട്. ആ എയറോപ്ലെയിൻ ഇങ്ങനെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 600 കിലോമീറ്റർ എന്നൊക്കെ വെറുതെ തന്നിട്ടുണ്ട്. ഒരു 6 കിലോമീറ്റർ ഹൈറ്റിലാണ് അത് നിൽക്കുന്നത്. 6 കിലോമീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു ടാർഗറ്റ് ഉണ്ട്, അതിനൊരു ടാർഗറ്റ് ഉണ്ട്. ഒരു അപ്രോപ്രിയേറ്റ് ടൈം ആകുമ്പോൾ അതിൽ നിന്ന് ഒരു സാധനത്തിനെ റിലീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം അല്ലേ, ഇങ്ങനെ പോകുന്നൊരു സാധനത്തിൽ ഞാനൊരു സാധനം ഇങ്ങനെ ഇടുകയാണെങ്കിൽ, നിങ്ങൾ എന്നോട് പറഞ്ഞു അല്ലേ, ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ പൊന്തി പോവുകയാണെങ്കിൽ അതിനൊരു ബോൾ ഞാൻ വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഹോട്ട് എയർ ബലൂണിൻ്റെ മുകളിലോട്ടുള്ള വെലോസിറ്റി ഈ ബോളിൽ കിട്ടുന്നു. അതുകൊണ്ട് ആ ബോൾ കുറച്ച് നേരം മുകളിലോട്ട് പോയി 0 ആവുന്ന വരെ മുകളിലോട്ട് പോകും, എന്നിട്ടാണ് ഇങ്ങനെ അടിയിലോട്ട് വരിക അല്ലേ. അതുപോലെ തന്നെ ഒരു എയറോപ്ലെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതിൻ്റെ സാധനം വിടുമ്പോൾ എന്ത് സംഭവിക്കും? ആ പാക്കേജിനും ആ സാധനത്തിനും എന്തുണ്ടാവും? ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ടാവും അല്ലേ, അപ്പോൾ ബേസിക്കലി അത് എങ്ങനെയാണ് പോവുക? അത് ഇങ്ങനെയാണ് പോവുക അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യം, ഇങ്ങനെയാണ് പോവുക. അപ്പം ഓപ്ഷൻസ് നോക്കാം. ഓൺ എ പാരബോളിക് പാത്ത് ആസ് സീൻ ബൈ ദി പൈലറ്റ് ഇൻ ദി പ്ലെയിൻ. പൈലറ്റ് നോക്കുമ്പോൾ ഇതൊരു പാരബോളിക് പാത്ത് ആവോ? ഇല്ല, ഇത് ശരിക്കും പുറത്തൊരു വ്യക്തി അല്ലേ, ഈ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വ്യക്തി നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു എയറോപ്ലെയിൻ ഇങ്ങനെ പോകുന്നു, അതിന് സാടുമ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ വെകുന്നു. പുറത്തുള്ളൊരു വ്യക്തിനാണ് തോന്നുക. മറിച്ച് പൈലറ്റ്, ഞാനാണ് വണ്ടിൻ്റെ പൈലറ്റ്, എയറോപ്ലെയിൻ്റെ പൈലറ്റ് എന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അതിനൊരു സാധനം ഡ്രോപ്പ് ചെയ്യുമ്പോൾ എനിക്കെന്താ തോന്നുക? ഇറ്റ് ഈസ് ഫോളിങ് വെർട്ടിക്കലി അല്ലേ. ഞാനൊരു സാധനം വിടുമ്പോൾ എനിക്ക് അതേമാതിരി പോകുമെന്ന് തോന്നുക. കാരണം എന്താ? എനിക്കും ഇങ്ങനത്തെ വെലോസിറ്റി ഉണ്ട്, ഈ ബോഡിക്കും ഇങ്ങനത്തെ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ റിലേറ്റീവ് വെലോസിറ്റി, ഹൊറിസോണ്ടൽ റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ എനിക്ക് ഈ ബോഡി ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് തോന്നില്ല, മറിച്ച് എന്താ തോന്നുള്ളൂ? ബോഡി നേരെ താഴത്തോട്ട് പോകുന്നതെന്ന് തോന്നുള്ളൂ. സോ ഓപ്ഷൻ ബി എന്താ? വെർട്ടിക്കലി അലോങ് എ സ്ട്രെയിറ്റ് പാത്ത് ആസ് സീൻ ബൈ ദി ഒബ്സർവർ ഓൺ ദി ഗ്രൗണ്ട് നിയർ ദി ടാർഗറ്റ്. ശരിയാണോ? അല്ല. ഇത് ശരിയാണോ? അല്ല. ഓൺ എ പാരബോളിക് പാത്ത് ആസ് സീൻ ബൈ എൻ ഒബ്സർവർ ഓൺ ദി ഗ്രൗണ്ട് നിയർ ദി ടാർഗറ്റ് അല്ലേ, അതിൽ ഓപ്ഷൻ അല്ലേ. ഓൺ എ സിഗ്സാഗ് പാത്ത് ആസ് സീൻ ബൈ ദി പൈലറ്റ് ഇൻ ദി പ്ലെയിൻ. അങ്ങനെയൊന്നുമല്ലല്ലോ. ഇതൊക്കെ ക്ലിയർ അല്ലടാ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തേ, എല്ലാവരും വേഗം ചെയ്തേടാ. ഞാൻ മാറുന്നേരാം, ഒരു 10 സെക്കൻഡ് സമയം തരാം, വേഗം ചെയ്തേ. എ ക്രിക്കറ്റർ ക്യാൻ ത്രോ എ ബോൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ. മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ? R max. എപ്പോഴാണ് R മാക്സിമം ആവുക? θ45 ഡിഗ്രി ആവുമ്പോൾ അല്ലേ. At the same effort, he throws the ball vertically upwards. സെയിം എഫേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നതാണ്, ആദ്യം എന്ത് വെലോസിറ്റിയിലാണോ എറിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അതേ വെലോസിറ്റിയിലാണ് എറിയുന്നത്. ദി മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി ബോൾ ഈസ് സിമ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് R max is equal to 100 മീറ്റർ. അതെന്ന് പറഞ്ഞാൽ എത്രടാ? U square sin 2θ. എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 45. sin 245 എത്ര? sin 90. sin 90 എത്രയാണ്? 1. അപ്പോൾ U square into 1 ഡിവൈഡഡ് ബൈ G ആണിത് അല്ലേ, അല്ലെങ്കിൽ U square is equal to 100G ആണ് അല്ലേ, അല്ലേടാ. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടേ? H മാക്സിമം എന്ന് പറഞ്ഞാൽ Hൻ്റെ ഇക്വേഷൻ ശരിക്കും U square sin square θ by 2G എന്നാണ് H അല്ലേ. H മാക്സിമം ആണെങ്കിൽ θ എന്താണ്? θ 90 ഡിഗ്രി ആണ്, അല്ല H മാക്സിമം ആവുക അല്ലേ. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ U square by 2G ആണ് നമുക്ക് വേണ്ടത്. U square by 2G നമുക്കറിയാം. U square എന്ന് പറഞ്ഞാൽ എത്രടാ? 100G. അതിന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 100G by 2G. വെട്ടി 50. Your answer is option D, 50. Is that clear, ladies and gentlemen? മനസ്സിലാവുന്നുണ്ടോ? ഒന്നും ചെയ്യില്ല. നോക്കിക്കേ, R മാക്സിമം നമുക്ക് തന്നിട്ട് 100 ആണ്. 100 എന്ന് പറഞ്ഞാൽ എന്താ? U square sin 2θ by G. R മാക്സിമം ആണ്, തീറ്റ എത്ര വേണം? 45 ആവണം. ഇപ്പോൾ sin 2 into 45 sin 90, sin 91. അപ്പോൾ U square by G ആണ് 100. അപ്പോൾ U square എന്ന സാധനം എന്താ? 100G. നമ്മളെന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് എത്രയായിരിക്കും? ഇപ്പോൾ ഈ ബോൾ വേറൊരു സിനാരിയോ എടുക്കുകയാണ്, മാക്സിമം ഹൈറ്റ് എത്രയായിരിക്കും? ഞാൻ മാക്സിമം ഹൈറ്റിൽ അറിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീറ്റ എത്ര ആയിരിക്കും? ഞാൻ ഇങ്ങനെയാണ് അറിയേണ്ടത് അല്ലേ, 90 ഡിഗ്രിയിലാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ U square by 2G ആണ് H മാക്സിമം.
യു സ്ക്വയർ പറഞ്ഞാൽ 100g കൊടുത്തു, 100g/2g വെട്ടി നമുക്ക് 50 കിട്ടി. ഓക്കെ അല്ലേ? മനസ്സിലാത്ത ആരുമില്ല, മനസ്സിലായി അപ്പം പറയാം. ഓക്കെ, ഇനി അടുത്ത സാധനം പറഞ്ഞടാ. ഇതെല്ലാവരും കണ്ടുപിടിച്ചേ. എല്ലാവർക്കും 10 സെക്കൻഡ് സമയത്തിന് വേഗം തീർത്തേ. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ 15 മിനിറ്റ് കൊണ്ട് തീർക്കണം. വേഗം ചെയ്തേ. A particle has an initial velocity 3 ik plus 4 jk and acceleration of this, okay, acceleration of this much, okay, and speed after 10 second is എന്നാണ് ചോദ്യം. എന്തോ ഒരു ഫോട്ടോ എടുത്തപ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ്, സോറി. അപ്പം എ പാർട്ടിക്കിൾ ഹാസ് എൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 3 ik plus 4 jk and ആക്സലറേഷൻ ഓഫ് 0.4 ik plus 0.3 jk ആഫ്റ്റർ 10 സെക്കൻഡ്. സ്പീഡ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. എന്താ ചോദിച്ചേ? സാർ ഈ എച്ച് മാക്സിമിൻ്റെ ഇക്വേഷൻ പ്രൊജക്റ്റൈൽ മോഷനിൽ ഉള്ളതല്ലേ? വെർട്ടിക്കലി അപ്വേർഡ് എന്ന് പറയുമ്പം 100d വെച്ച് ചെയ്യണ്ടേ? എടാ 1d 2d അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. നോക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നോക്ക്, മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി ബോൾ വിത്ത് ദ സെയിം എഫേർട്സ് ഹി ത്രോസ് ദി ബോൾ വെർട്ടിക്കലി അപ്വേർഡ്സ്. ദി മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ്. രണ്ട് സെയിം കണ്ടീഷൻ തന്നെയാണ്. വെർട്ടിക്കലി അപ്വേർഡ്സ് എറിയുന്നു. വെർട്ടിക്കലി അപ്വേർഡ്സ് എന്ന് എറിയുമ്പോൾ നോക്കിക്കോ, ഞാൻ ഇവിടുന്ന് വെർട്ടിക്കലി അപ്വേർഡ് എറിയാണ്, ഒരു യു വെലോസിറ്റിയിൽ എറിഞ്ഞു. അത് മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ അതിൻ്റെ ഇനി ഫൈനൽ വെലോസിറ്റി എന്താ? 0. ഈ ഹൈറ്റ് h ആണ്, ആക്സലറേഷൻ g ആണ്, അത് അടിയിലോട്ടാണ്. അപ്പോൾ ഞാൻ എഴുതുന്നു u ഉണ്ട്, v ഉണ്ട്, s ഉണ്ട്, g ഉണ്ട്. ഇക്വേഷൻ ഏതാ? v² = u² + 2as അല്ലേ? v² എത്രയാ? 0 = u² + 2 ഇൻറ്റു ആക്ഷൻ അടിയിലോട്ട് അപ്പോൾ -2gh. അപ്പോൾ -u² = -2gh അല്ലെങ്കിൽ h = u²/2g. h u²/2g ഇവിടെ, h u²/2g ഇവിടെ. രണ്ടും സെയിം സാധനമാണ്. അപ്പോൾ 1d 2d ഡിഫറൻസ് ഒന്നുമില്ല. മാക്സിമം ഹൈറ്റ് എന്ന് കേട്ടാൽ തീറ്റ എത്രയാവണം? 90 ഡിഗ്രി ആവണം എന്ന് ഉദ്ദേശിച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, രണ്ട് സെയിം തന്നെ കേട്ടോ, രണ്ട് സെയിം വഴി തന്നെ ചെയ്തിട്ടുള്ളത്. ഇനി നോക്ക്, ഞാൻ നിങ്ങളോട് പറഞ്ഞു 2d എന്നുള്ള സാധനം എന്താണ്? 1d × 2 ആണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു വെലോസിറ്റി അല്ലേ, ഒരു വെലോസിറ്റി ഇങ്ങനെ രണ്ട് കമ്പോണൻറ്റ്, ഐ കമ്പോണൻ്റ് ഉണ്ട്, ജെ കമ്പോണൻ്റ് ഉണ്ട് അല്ലേ? ഐ കമ്പോണൻ്റ് ഉണ്ട്, ജെ കമ്പോണൻ്റ് ഉണ്ട്. ഐ കമ്പോണൻ്റ് എത്രയാ? 3i അല്ലേ? ജെ കമ്പോണൻ്റ് എത്രയാ? 4j അല്ലടാ. അപ്പം അതിനെന്തുണ്ട്? ആക്സലറേഷൻ. ഇവിടെ ആക്സലറേഷൻ എത്രയാ? ആക്സലറേഷൻ 0.4. അവിടെ ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നതിനൊന്നും പറയണേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എഴുതി പോകും. 4i ഇവിടെ എത്രയാ? 0.3j. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നു? എനിക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്, ടൈം 10 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. എനിക്ക് ഫൈനൽ വെലോസിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ u ഉണ്ട്, v ഉണ്ട്, a ഉണ്ട്, t ഉണ്ട്. ഇക്വേഷൻ അതാണ് v = u + at. അപ്പോൾ ഞാൻ ഇവിടെ v = u + at കൊടുക്കും, മറ്റൊടത്തും v = u + at കൊടുക്കും അല്ലേ? അപ്പോൾ v = u എത്രയാടാ? u എത്രയാ? 3. അല്ലെങ്കിൽ ഐ ക്യാപ്റ്റൻ എഴുതണ്ട, ഞാൻ എക്സ് ആക്സിൽ മാത്രം സാധനമാണ് എഴുതുന്നത്. 3 പ്ലസ് ആക്സലറേഷൻ എത്രടാ? 0.4 ഇൻറ്റു ടൈം എത്രടാ? 10. അപ്പോൾ എത്രയായി? 3 + 4 = 7. എന്ന് വെച്ചാൽ എക്സ് ആക്സിൽ 7 വെലോസിറ്റി ആവും 10 സെക്കൻഡ് കഴിഞ്ഞാൽ. ഇനി വൈ ആക്സിൽ എന്തായിരിക്കും? വൈ ആക്സിൽ വീണ്ടും v = u + at കൊടുക്കുന്നു. v u = u + at. v എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കാൻ പോകുന്നു. u ഇനീഷ്യലി എത്രടാ? 4 പ്ലസ് ആക്സലറേഷൻ എത്രടാ? 0.3. ടൈം എത്രടാ? 10. അപ്പോൾ എത്രയായി? 4 + 3 = എത്രടാ? 7. അപ്പോൾ ബേസിക്കലി എന്തായി? എക്സ് ആക്സിസിലും 7, വൈ ആക്സിസിലും 7. ഇവർ രണ്ടാളും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തുവാ? കമോൺ, 7√2 അല്ലേ? ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇതെല്ലാവരും ഇത് എഴുതി വെച്ചോ. വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് എന്താ പറയുക, മാത്തമാറ്റിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനം പറഞ്ഞുതരാം. ഈ ഒരു ട്രയാങ്കിൾ എല്ലാവരും പഠിച്ചിരിക്കണം. ഹൈപ്പോട്ടന്യൂസ് 4, ഒരു സൈഡ് 4, ഹൈപ്പോട്ടന്യൂസ് 5, ഒരു സൈഡ് 4, ഒരു സൈഡ് 3. ഇതെല്ലാവരും നിങ്ങളുടെ ഫോർമുല ബുക്കിലൊക്കെ എഴുതി വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളാണ്. നിങ്ങൾക്ക് അറിയാത്തൊരു എന്തായാലും ഈ പകുതിയിൽ കൂടി ക്ലാസ്സിലുണ്ടാവുമെന്ന് അറിയാം, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ ഒരു ട്രയാങ്കിൾ എല്ലാവരും പഠിച്ചു വെക്കുക. 5, 3, 4. ഓക്കെ, 5 ആണ് ഹൈപ്പോട്ടന്യൂസ്, 3 ഈ ആംഗിൾ 90 ഡിഗ്രി അറിയില്ലേ? 5 ഹൈപ്പോട്ടന്യൂസ് ആണ്, ഒരു സൈഡ് 3, ഒരു സൈഡ് 4. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക 5ഉം 3ഉം തമ്മിലുള്ള ആംഗിൾ ഇത് 53 ആയിരിക്കും.
ഓക്കെ, ഇതെന്തിനാ സാറേ എന്നാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ 2 ഒരുപാട് ക്വസ്റ്റൻസ് വരാറുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ടോ നിങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും 5ഉം 3 നമ്മുടെ ആംഗിൾ 53 ആയിരിക്കും. ഇത് എത്രയാ? 90 ഡിഗ്രി. അപ്പോൾ മൊത്തം എത്രയായി? 143 ആയി. ബാക്കി എത്രയുള്ളത്? ഇത് 37. ഓക്കെ, പഠിച്ചേക്കാം. അപ്പോൾ 4ഉം 5 ആംഗിൾ 37. ഇത് പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇത് 4 സുഖമാണ്. 3ഉം 5ഉം തമ്മിലുള്ള ആംഗിൾ, തൊട്ടടുത്ത ആംഗിൾ 53 ആയിരിക്കും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ട്രയാങ്കിളാണ്. ഇതിൻ്റെ മൾട്ടിപ്പിൾ അതേമാതിരി പോട്ടോ, ഇവിടെയൊക്കെ *2 ഒക്കെ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇതേ ട്രയാങ്കിളിൻ്റെ സിമിലർ ട്രയാങ്കിളാണ്. ഹൈപ്പോട്ടന്യൂസ് 10, ഒരു സൈഡ് 8, ഒരു സൈഡ് 6. അപ്പോൾ ഈ ആംഗിൾ തന്നെയാണ് 53. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ്, എല്ലാവരും പഠിച്ചു വെച്ചോ. ഇനി വേറൊരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയാവുന്നിരിക്കുന്നതാണ് പറയാം. ടു ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സ്. ഓക്കെ, 2 ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സ്, ലെറ്റ്സ് സേ മാഗ്നിറ്റ്യൂഡ് എ ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വെക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ സം, റിസൾട്ടൻറ്റ് സം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2a cos θ/2 ആയിരിക്കും. വെർ തീറ്റ ഈസ് ദി ആംഗിൾ ആക്ടിങ് ബിറ്റ്വീൻ ദം. ഇപ്പോൾ റിസൾട്ടൻറ്റ് ഡിഫറൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഡിഫറൻസ് എത്രയായിരിക്കും? 2a sin θ/2 ആയിരിക്കും. sin θ/2 കേട്ടോ, മൊത്തം sin θ/2 അല്ല, sin ഓഫ് θ/2. അതേമാതിരി തന്നെ ഇവിടെ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മൾ തിരിച്ച് എവിടോട്ട് വരുന്നു? ഇനി നോക്കിക്കേ, ഇവിടെ ജസ്റ്റ് ഞാൻ അതെന്തിനാണ് പറഞ്ഞത്, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 2 ഈക്വൽ ആയിട്ടുള്ള വെക്ടേഴ്സ് ആക്ട് ചെയ്യുന്നു. ഇവിടെ റിസൾട്ടിന് കാണാൻ എങ്ങനെയാണ്? 2a cos θ/2. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. 90 ഡിഗ്രി ആകുമ്പോൾ √2 ആയിരിക്കും, എന്നാലും വെറുതെ പറയുകയാണ്. അപ്പോൾ 2 × a എത്രയാ? 7 cos θ എത്രയാ? 90 ഡിഗ്രി. 90/2 എന്ന് വെച്ചാൽ 2 7 cos 45. cos 45 എന്ന് പറയുന്നത് എത്രയാണ്? 1/2. അപ്പോൾ 2 × 7 × 1/√2. വെട്ടി √2 ടൈംസ് 7√2. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അത് മനസ്സിലാവുന്നില്ലടാ അല്ലേ? മനസ്സിലാവുന്നില്ലടാ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? തീയും പുകയൊന്നും കാണുന്നില്ലല്ലോ. അറബിയായി തുടങ്ങിയോ? കന്നഡയായി തുടങ്ങിയോ? ഇവരെ ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പം സാധാരണ ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് കുട്ടികളിങ്ങനെ വൈബോട്ടാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുട്ടികൾ വൈബോട്ടായി. ഇഞ്ഞ് പറഞ്ഞാൽ ഒരു അക്ഷരം തലയിൽ കയറാൻ പോകുന്നില്ല, വെറുതെ മനസ്സിൽ ഇന്നെ പ്രാഗുള്ളൂ, ഇന്നെ തെറി വിളിക്കുക, എന്ത് തേങ്ങയാണ് പറയണതെന്ന് മാത്രമേ ആലോചിക്കുള്ളൂ, നമുക്ക് നല്ലോണം അറിയാം. അപ്പോൾ തന്നെ നമ്മളൊന്ന് അവർ കൂളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോളേജിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒന്ന് ഹാപ്പി ആക്കിയിട്ട് നമ്മൾ പഠിത്തത് കൊണ്ടുവരും. പക്ഷെ ഇതാകുമ്പം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഓക്കേടാ, ഓക്കെ ഇനി ഇതൊന്ന് പറഞ്ഞടാ. മതി തീയും പോക്കൊക്കെ മതി. തീയും പോക്കുന്നില്ല, തീ മാത്രമായി. മതിടാ. ഓക്കെ, നോക്ക്. The position vector of a particle is given as ഓക്കെ, ഓപ്ഷൻസ് 2 ക്രോപ്പ് ചെയ്തപ്പോൾ പോയി കേട്ടോ, സാരില്ല, വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. The position vector of a particle is given as r is equal to t² - 40 + 6 + t² j cap അല്ലേ? Find the time after which the velocity vector and the acceleration vector becomes perpendicular to each other. ഇതിനെന്തൊരു മിസ്റ്റേക്ക് എന്താ പറയുക? t² - 40 + 6. എടാ ഇതെന്താ ശരിക്കും എന്താ അറിയോ? ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് പോകുന്നുണ്ട്. r is equal to ഒരു ബേസിക്കലി ഉദ്ദേശിച്ചത് t² - 40 + 6 i cap + t² j cap എന്തെന്നെ ആവണം അല്ലേ? ഇതിനാവൂലേ? അങ്ങനെയാണ്. അല്ലെങ്കിൽ മൊത്തത്തിൽ 2t എഴുതിയാൽ പോരെ, 2t² എഴുതിയാൽ പോരെ, അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇതാണ് പൊസിഷൻ വെക്ടർ. ഓക്കെ, ഫൈൻഡ് ദ ടൈം ആഫ്റ്റർ വിച്ച് ദ വെലോസിറ്റി വെക്ടർ ആൻഡ് ദി ആക്സിലേഷൻ വെക്ടർ ബിക്കംസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇത് രണ്ടാളും പെർപെൻഡിക്കുലർ ആണ് ടൈം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടുന്നു. ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആക്സിലേഷൻ കിട്ടുന്നു. ഇത് രണ്ടാളും പെർപെൻഡിക്കുലർ ആവുന്നത് എപ്പോൾ? 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആവുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ് നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ടാളും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക, = 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് t എന്നുള്ള സാധനം കിട്ടും. വേഗം ചെയ്ത് എല്ലാവരും ചെയ്ത്.
സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഫിസിക്സ് ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആഷു സാർ പറഞ്ഞു കെമിസ്ട്രി ബയോ ഫുള്ളായി ഫിസിക്സ് എല്ലാ ചാപ്റ്റർ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, എല്ലാ ചാപ്റ്ററും പഠിക്കണേനോ അതോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണതാണോ നല്ലത്? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. നിങ്ങൾ എന്താണ് കെമിസ്ട്രിയും ബയോളജിയും ഫുള്ളായി പഠിച്ച് ഫിസിക്സ് ലെവൽ 1 ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതിയോ എന്നാണോ ചോദ്യം? ആണോ ഷാന? അതാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഈ ചോദ്യം ചെയ്യും, ബാക്കി എല്ലാവരും ചോദ്യം ചെയ്തേ, ഉത്തരം പറഞ്ഞേ. അപ്പോൾ നോക്കൂ, ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 2t - 4i ക്യാപ് പ്ലസ് 2tj ക്യാപ് ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ 2i ക്യാപ് പ്ലസ് 2j ക്യാപ് അല്ലേ? അല്ലടാ, ഡിഫറൻഷ്യേറ്റ് തെറ്റൊന്നുമില്ലല്ലോ, ഒരു തെറ്റുമില്ല. രണ്ട് ഡിഫറൻഷ്യേറ്റ്. ഇനി ഈ രണ്ടാളും മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ട് മച്ചാന്മാരെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് മച്ചാന്മാരെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അല്ലേ നമുക്ക് എന്താ വേണ്ടത്? t 0 ആവുന്നത് അല്ലേ? അല്ല, എന്താ ചോദിച്ചിട്ടുള്ളത്? എയും വെലോസിറ്റി വെക്ടറും ആക്സലേഷൻ വെക്ടറും പെർപെൻഡിക്കുലർ ആവുന്ന ടൈം എത്രയേ? ഇപ്പോൾ രണ്ടാളും പെർപെൻഡിക്കുലർ ആണെങ്കിൽ വി ഡോട്ട് എ ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലേ? ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവുന്നത് എപ്പോഴാണ്? പെർപെൻഡിക്കുലർ ആവുമ്പോൾ. അപ്പോൾ ഇവർ രണ്ടാളും ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നു. ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? 2t - 4i ക്യാപ് പ്ലസ് 2tj ക്യാപ് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2i ക്യാപ് പ്ലസ് 2j ക്യാപ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഐ കമ്പൗണ്ട് മാത്രം ചെയ്യുക, ജെ കമ്പൗണ്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഐ കമ്പൗണ്ട് മാത്രം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 4t - 8 ഓക്കെ, അതാണ് ഐ കമ്പൗണ്ട് മാത്രം ചെയ്യുമ്പോൾ പ്ലസ് 2t. ഇപ്പോൾ 4t ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ 8t - 8 ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ 8t ഈസ് ഈക്വൽ ടു 8, അല്ലെങ്കിൽ t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. 1 സെക്കൻഡിലുള്ള ഓപ്ഷൻ ഉണ്ടോടെ? ഉണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? അവിടെ ഒന്നുമില്ല. നമ്മൾ ചോദിച്ചത് എന്താണ്? നമുക്കൊരു വെലോസിറ്റി വെക്ടറും ആക്സലേഷൻ വെക്ടറും എവിടെ നിന്ന് കിട്ടും? പൊസിഷൻ വെക്ടറിൽ നിന്ന് കിട്ടും. ഇവർ രണ്ടാളും പെർപെൻഡിക്കുലർ ആവുന്നത് ഏത് ടൈമിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാളും പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ടാളും ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. രണ്ടാളും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തു, എന്നിട്ട് അവസാനം ടി കണ്ടുവച്ചു. ടി 1 സെക്കൻഡ് ആണ്. ഇസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ? അപ്പം ഓപ്ഷൻ എ 1 സെക്കൻഡ് ആണ് ഉത്തരം. ഓക്കെ, ഇതൊന്ന് വേഗം പറഞ്ഞടാ, ഒരു സർക്കുലർ മോഷനിലെ ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞേ. വേഗം പറഞ്ഞേ. A particle is moving along a circular path of radius 2 meter and with uniform speed of 5 meter per second. What will be the change in velocity when the particle completes half of the revolution? Change of velocity എന്നാണ് ചോദിച്ചത് അല്ലേ? ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ? യെസ്, ഗുഡ്. എന്നൊക്കെ പറയുന്നുണ്ട് ഉത്തരം. അവിടെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നോക്ക്. അപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതിങ്ങനെ മച്ചാൻ നല്ല അടിപൊളിയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് കറങ്ങി അതിങ്ങനെ പോയി ഹാഫ് ഓഫ് ദ റെവല്യൂഷൻ കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ എത്തുമ്പോൾ ഇതിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ത്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെയും 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടിടത്തും ഒരേ സ്പീഡിലടാ. നോക്ക്, ഒരേ സ്പീഡ്, യൂണിഫോം സ്പീഡ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്. അപ്പോൾ നമുക്കറിയാം ചേഞ്ച് ലോകത്തിൽ എവിടെയും നിങ്ങൾ ചേഞ്ച്, ഫിസിക്സിൽ എവിടെയും ചേഞ്ച് എന്ന് കേട്ടാണ് ഇറ്റ് ഇസ് ഓൾവേസ് ദ ഫൈനൽ വാല്യൂ മൈനസ് ദ ഇനീഷ്യൽ വാല്യൂ. ഫൈനൽ വാല്യൂം 5, ഇനീഷ്യൽ വാല്യൂം 5. അപ്പോൾ 5 - 5 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് എൻ്റെ ഓപ്ഷൻ എഴുതുന്നു 0, ഓപ്ഷൻ എ 0 അല്ലേ? അല്ല, പൊട്ടത്തെറ്റ്. എന്തുകൊണ്ട് പൊട്ടത്തെറ്റ്? കാരണം ഇതെന്താണ്? അതൊക്കെ വെലോസിറ്റിയാണ്. വെലോസിറ്റി ഒക്കെ എപ്പോഴും എന്താണ്? ഇറ്റ്സ് എ വെക്റ്റർ അല്ലേ? വെക്റ്ററാണ് മക്കളെ, വെക്റ്ററാണ്. നോക്ക്, വെക്റ്ററാണ്. ഡയറക്ഷൻ എന്നുള്ള സാധനം ഉണ്ട്. ഒന്നിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ട്, മറ്റേ ഡയറക്ഷൻ അടിയിലോട്ട്. അപ്പോൾ എന്തായി? നമ്മൾ ഡയറക്ഷൻ നോക്കണം അല്ലേ? ഒന്നിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, മറ്റേ ഡയറക്ഷൻ ഇങ്ങോട്ട് അല്ലേ? ഇപ്പോൾ രണ്ടാളും നമ്മൾ ആംഗിൾ എത്രയാടാ? ഒന്നിൻ്റെ മുകളിലോട്ട് മറ്റേ അടിയിട്ട് ആംഗിൾ എത്രയാ? 180 ഡിഗ്രി അല്ലേ? രണ്ടാളും സൂക്ഷിച്ച് നോക്കിക്കേ. ഒരാൾ 5, അടുത്ത ആൾ എത്രയാ? 5. സൂക്ഷിച്ച് നോക്കിക്കേ. 5 വീണ്ടും സൂക്ഷിച്ച് നോക്കിക്കേ.
5. എന്തിനാണ് സൂക്ഷിച്ച് നോക്കാൻ പറയുന്നത്? രണ്ടാളും 5 ആണ്, രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആണ്. രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ ഷടപടേ പടഷടേ ഈ ഇക്വേഷൻ ഉപയോഗിക്കും അല്ലേ? എല്ലാ തെറ്റ്. എന്തുകൊണ്ട് തെറ്റ്? ഈ 2a cos θ/2 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് എന്തിനുള്ളതാണ്? റിസൾട്ടൻറ്റ് സമ്മാണ് അല്ലേ? റിസൾട്ടൻറ്റ് ഡിഫറൻസ് ആവുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ? 2a sin θ/2 ആണ് അല്ലേ? നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അല്ലേ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2a sin θ/2, ഇവിടെ a എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് എന്താടാ? 5 ആണ്. സൈൻ ആംഗിൾ എത്രയാ? 180 ആണ്. ഡിവൈഡ് ബൈ 2 അല്ലേ? 180 ഡിവൈഡ് ബൈ 2 അപ്പോൾ എത്രയായി? 180 90 ആയി. 2 into 5 sin 90 എന്ന് പറഞ്ഞാൽ എത്രടാ? 1. യുവർ ആൻസർ ഇസ് 2 into 5 which is equal to 10 meter per second. That is your answer of India. Your answer is option B, 10 meter per second. മനസ്സിലായോ? അപ്പോൾ മനസ്സിലാകാത്ത ഇപ്പോൾ പറഞ്ഞേ ഷടപടേ പടഷടേ പറഞ്ഞേ. ഇതാ ഒന്നും ചെയ്തിട്ടില്ല. രണ്ടും ഈക്വൽ വെക്ടേഴ്സ് ആണ്. ആദ്യത്തെ വെക്ടർ മുകളിലോട്ടാണ്, അടുത്ത വെക്ടർ അടിയിലോട്ടാണ്. എന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ ആംഗിൾ 180 ആണ്. ഈക്വൽ വെക്ടേഴ്സ് എന്ന് കേട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് ഇക്വേഷൻ വന്നു. 2a cos θ/2, 2a sin θ/2. ഇതിൽ ഞാൻ ഏതാണ് ഉപയോഗിക്കുന്നത്? 2a cos θ/2 സമ്മിലാണ് ഉപയോഗിക്കുന്നത്. പ്ലസ് സൈൻ ഉപയോഗിക്കുമ്പോഴാണ് അല്ലെ? a പ്ലസ് ബി ചെയ്യുമ്പോഴാണ്. അപ്പോൾ a മൈനസ് ബി ആണ് ഇവിടെ വന്നത്. ചേഞ്ച് ആണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 2a sin θ/2 ആണ്. തീറ്റ എന്ന സാധനം 180 ഡിഗ്രി ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നു 10 meter per second. ഇനി ഇതേ ക്വസ്റ്റ്യൻ്റെ വേറൊരു വേരിയേഷൻ ഉണ്ട്, നോക്കട്ടെ. ഇപ്പം തന്നെ ക്ലിയർ ആക്കി പോവാം. ഇതൊന്നും എല്ലാവരും ചെയ്തേ, നല്ല ആലോചിച്ച് ചെയ്തേ. വെക്ടർ സം ഡിഫറൻസ് എടുക്കുമ്പോഴും 0 ആവില്ലേ? എങ്ങടെ 0 ആവുന്നേ? എങ്ങനെ 0 ആവുന്നേ? ഡയറക്ഷൻ മാറിയില്ലേ? ഡയറക്ഷൻ മാറിയില്ലടാ. അവിടെ വെക്ടർ നോക്ക്. വെക്ടർ നിങ്ങൾക്ക് വെറുതെ ആഡ് ചെയ്യാൻ പറ്റുമോ? √(a² + b²) സമ്മാവുമ്പോൾ സബ്ട്രാക്ഷൻ മൈനസ് 2ab cos θ എന്നാണ് വരിക. ഇപ്പോൾ രണ്ടും സെയിം ആണെന്ന് വയ്ക്കുക. a² + a² മൈനസ് 2a ഇൻറ്റു a. കോസ് എത്രയാ? കോസ് 180 അല്ലേ? കോസ് 180 എത്രയാണ്? -1. അപ്പോൾ √2a² മൈനസ് 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയാവും? +2a² എന്ന് വെച്ചാൽ √4a² എന്ന് വെച്ചാൽ 2a. നമ്മൾ a എത്ര ആയിരുന്നാണ് ഈ ക്വസ്റ്റ്യനിൽ? 5. അപ്പോൾ 2 into 5 ദാറ്റ് ഈസ് ഇക്വൽ ടു 10. അതാണ് നമ്മൾ ഒറ്റ സ്റ്റെപ്പ് ചെയ്തത്. ഇത് നമ്മൾ കൺവെൻഷനലി ചെയ്യുമ്പോൾ. ക്ലിയർ ആണോ? ആരാ ചോദിച്ചേ? നാജിക്ക് മനസ്സിലായോ? കാരണം വെക്ടർ സമ്മ് ഞാൻ എടുക്കണം, മൈനസ് സൈനാണ് വരിക അല്ലേ? കാരണം വി ഫൈനൽ മൈനസ് വി ഇനീഷ്യലാണ്. ഞാൻ ഒന്നിന് എ ഒന്നിന് ബി എന്ന് വിളിച്ചു. എന്നിട്ട് ചെയ്ത് നോക്കിയേ, a² + b² മൈനസ് 2ab cos θ. മനസ്സിലായോ? നാജിക്ക് മനസ്സിലായോ? ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് നമ്മൾ സിംപ്ലി 2f sin θ/2. എഫ് അല്ല എ. അപ്പോൾ 2 into a എന്ന് പറഞ്ഞ സാധനം 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈൻ 180/2 എന്ന് വെച്ചാൽ 90. ഈ സാധനം പോയി 1 ആയി. അപ്പോൾ 2 into 5 ദാറ്റ് ഇസ് 10. ഒറ്റ സ്റ്റെപ്പ് കിട്ടി. നാജി ക്ലിയർ ആയോ? ഇനി നോക്കിക്കടാ. The length of the second hand in watch is 1 centimeter. The change in velocity of its tip in 15 seconds is 15 seconds. നോക്കാം. അതിങ്ങനെ വരച്ചു. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആലോചിക്കുക. അപ്പോൾ ഇവിടുന്ന് 15 സെക്കൻഡ് ഇവിടെ എത്തി. എന്നുവെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ വെലോസിറ്റി ഉള്ളത് ഇങ്ങനെ എത്തി. ഓക്കെ. അപ്പോൾ എനിക്കറിയാം ഇവിടെയും അതിന് വി വെലോസിറ്റിയാണ്, ഇവിടെയും അതിന് വി വെലോസിറ്റിയാണ് അല്ലേ? രണ്ടാൾ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ. ആംഗിൾ എത്രടാ? 90 ഡിഗ്രി അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ വീണ്ടും ഞാൻ എഴുതുന്നു 2v sin 90/2. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇക്വേഷൻ അല്ലേ? 2v sin 45 ഡിഗ്രി അല്ലെങ്കിൽ 2v √2 അല്ലേ? sin 45 1/√2. ഇത് വെട്ടി √2v ആണ് വരുന്നത്. ഇനി വി എന്താണ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഈ മച്ചാൻ്റെ ഈ സെക്കൻഡ് ഹാൻഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്
അല്ലേ? ഈ ഇത്രയും ദൂരം എത്ര ടൈം കൊണ്ടാണ്? 15 സെക്കൻഡ്സ് കൊണ്ടാണ് ഇവിടെ എത്തുന്നത് അല്ലേ? 15 സെക്കൻഡ്സ് കൊണ്ടാണ് അല്ലേ? സെക്കൻഡ്സ് അല്ലടാ, 15 സെക്കൻഡ്സ് കൊണ്ടാണ്. നമുക്ക് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡാണ് ഉത്തരമുള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് എത്ര ഡിസ്റ്റൻസ് എത്രയാ? ഇത് എത്ര ഡിസ്റ്റൻസ് എത്രയാ? ഈ ഡിസ്റ്റൻസ് എത്രയാ മക്കളെ? അല്ലേ? ഈ ഡിസ്റ്റൻസ് ബൈ 15 ചെയ്ത് നമുക്ക് വെലോസിറ്റി കിട്ടും അല്ലേ? ഡിസ്റ്റൻസ് ബൈ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഈ സാധനം നമുക്ക് കിട്ടും. ഇത് എത്രയാടാ? ഇത് എത്രയാ? ഈ സാധനം എത്രയാ? 2 പൈ ആറിൻ്റെ ഹാഫ് അല്ലേ? 2 പൈ ആർ ആണ് മൊത്തത്തിൽ അല്ലേ? മൊത്തത്തിൽ അതാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 4 വെട്ടി പൈ ആർ ബൈ 2 പൈ ഇൻറ്റു 1 സെക്കൻഡ് 1 സെൻറ്റിമീറ്റർ ബൈ 2. ഇതാണ് നമ്മുടെ വെലോസ്. ഇതാണ് നമ്മുടെ എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇനി ടൈം എത്രയാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്? 15 സെക്കൻഡ്സ് അല്ലേ? ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുമടാ? പൈ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 15. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇതാണ് നമ്മുടെ വെലോസിറ്റി. ഇപ്പോൾ പൈ ബൈ 30 ആണ് നമ്മുടെ വെലോസിറ്റി. പൈ ബൈ 30 ആണ് നമ്മുടെ വെലോസിറ്റി. നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? √2v ആണ്. വി ആണ് ഇത്. അപ്പം √2 ഇൻറ്റു പൈ ബൈ 30. ദിസ് ഈസ് യുവർ ആൻസർ. അങ്ങനത്തെ ഓപ്ഷൻ ഇതിലുണ്ടോ? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി. ഇസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ നമുക്കറിയാം, നോക്കുക, ആദ്യം ഇവിടെയായിരുന്നു സൂചി, ഇപ്പം ഇവിടെയായി സൂചി. ഓക്കെ, നമ്മൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൊത്തം 2 പൈ ആർ ആണ്. അതിൻ്റെ 1/4 ആണത്. വെട്ടി രണ്ട് തമ്മിൽ വെച്ചാൽ പൈ ആർ ബൈ 2 ആണ്. നമുക്കറിയാം പൈ ആർ എന്നാൽ ക്വസ്റ്റ്യൻ 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പൈ ബൈ 2 സെൻറ്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ് കവേർഡ്. ഇനി ടൈം എന്ന് പറയുന്നത് 15 സെക്കൻഡ്സ് ആണ്. അപ്പോൾ വെലോസിറ്റി എത്രയാടാ? വെലോസിറ്റി എന്ന് പറയുന്നത് പൈ ബൈ 30 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റി. അപ്പോൾ എല്ലായിടത്തും യൂണിഫോമിലല്ലേ ഈ സാധനം തിരിയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെയും അതേ വെലോസിറ്റിയാണ്, ഇവിടെയും അതേ വെലോസിറ്റി. അപ്പോൾ ഇവിടത്തെ സ്നേഹത്തോടെ വി എന്ന് വിളിച്ചു, ഇവിടെ സ്നേഹത്തോടെ വി എന്ന് വിളിച്ചു. രണ്ടാണ് നമ്മൾ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ 2v സൈൻ ഡിഫറൻസ് അല്ലടാ, ചേഞ്ചിൽ ചോദിച്ചില്ലേ? 90/2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2v സൈൻ 45 ഡിഗ്രിയാണ്. അപ്പോൾ 2v ബൈ √2 ആണ്. വെട്ടി √2. അപ്പോൾ √2v ആണ് ആൻസർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി എന്താ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് പൈ ബൈ 30. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ √2 പൈ ബൈ 30 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. ഈസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? ഈസ് ദാറ്റ് ക്ലിയർ? വരട്ടെ തീം പോക്കൊക്കെ വരട്ടെ. കമോൺ, മനസ്സിലായോ? മനസ്സിലായടാ? ഓക്കെ, വേഗം പറഞ്ഞേ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം വേഗം പറഞ്ഞേ. 2 balls are projected from the top of a tower of height 120 meter, one with an initial upward velocity of 36 km per hour and other with an initial downward velocity of 36 km per hour. The speed of each ball just before hitting the ground is? ഉത്തരം പറഞ്ഞേ. മതി പോക തീയും പോക മതി വെടിക്കെട്ടൊക്കെ മതി. നീ വേം പറ പറടാ. ഉത്തരം പറഞ്ഞേ. ഒരു ബോൾ 36 km per hour ഞാൻ മുകളിലോട്ട് എറിഞ്ഞു, അടുത്ത ബോൾ 36 km അടിയിലോട്ട് എറിഞ്ഞു. അങ്ങനെ രണ്ടും നമ്മൾ താഴത്തെത്തുമ്പോൾ വെലോസിറ്റി എത്രയെന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചെയ്തുതരാം, നോക്ക്. ഒരു ബോഡി മുകളിലോട്ട് 36 km per hour എന്നൊക്കെയാണ് നമ്മളെ ആൻസറൊക്കെ നോക്കി മീറ്റർ പെർ സെക്കൻഡിലൊക്കെയുള്ള. അപ്പോൾ അത് വേഗം മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാം. അപ്പോൾ 36 km per hour എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാം? ഇൻറ്റു 5/18 അല്ലേ? വെട്ടി 2. അപ്പോൾ 10 meter per second ആണ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മുകളിലോട്ട് 10 meter per second ഇട്ടു. ഓക്കെ, അടിയിലോട്ട് 10 meter per second ഇട്ടു. അപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുള്ള എന്താടാ? ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്ത് എന്നാണ് ചോദ്യം. അപ്പം എനിക്കറിയാം. അപ്പം ഈ ബോൾ നോക്കാം. ഈ ബോൾ സൂക്ഷിച്ച് നോക്കാം.
ഈ ബോൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിന് ഓൾറെഡി എന്തുണ്ടാ ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട് അല്ലേ. അതിങ്ങനെ അടിയിലോട്ട് പോകും തോറും ഇതിനൊരു അല്ലേ അടിയിലോട്ട് പോകും തോറും അതിനെന്ത് വരുവടാ നോക്ക്. ഇതൊരു ജി ആക്സിഷൻ അടിയിലോട്ടുണ്ട്, ഒരു എച്ച് ഹൈറ്റ് അടിയിലോട്ടുണ്ട്. ഇവിടുത്തെ വെലോസിറ്റി എന്ത് എന്നാണ് ചോദ്യം. വി ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്, യു ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ എന്താ? വി സ്ക്വയർ ഈസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh അല്ലേടാ. അപ്പോൾ വി സ്ക്വയർ ഈസ് ഇക്വൽ ടു 10 സ്ക്വയർ മൈനസ് ഒന്നല്ല കേട്ടോ, 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എത്ര പറഞ്ഞിട്ടുണ്ടോ? ഹൈറ്റ് എത്രയാടാ? ഹൈറ്റ് 120 അല്ലേ. ഹൈറ്റ് 120. അപ്പോൾ വി സ്ക്വയർ ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 100 പ്ലസ് 2400. അപ്പം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2500 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ ഫസ്റ്റത്തല്ല ഈ ബോഡി അടിയിലെത്തുമ്പോൾ എത്ര സ്പീഡടാ? 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി എടാ മണ്ടന്മാരെ അങ്ങനെ വിളിച്ചല്ല കേട്ടോ, അപ്പം ഞാനൊരു സ്നേഹത്തോടെ വിളിച്ചത്. ഓക്കെ, മുകളിലോട്ട് ഈ ബോഡി മുകളിലോട്ട് ഒരു 10 മീറ്റർ പെർ സെക്കൻഡിൽ വിടുകയാണെങ്കിൽ അത് ഇങ്ങനെയൊക്കെ പോയി തിരിച്ച് ഈ പോയിന്റിൽ അതേ പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? അടിയിലോട്ട് 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ഈ ബോൾ ഈ ബോളിൻ്റെ സെയിം കണ്ടീഷൻ തന്നെയാണ് അത് അല്ലേ. അപ്പോൾ താഴത്തെത്തുമ്പോൾ അതിനെന്ത് തന്നെയായിരിക്കും? സെയിം വെലോസിറ്റിനെ ആയിരിക്കും. അപ്പോൾ താഴത്തെത്തുമ്പോൾ അതിനും ഞാൻ എന്ത് പറയൂടാ? 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം കാണുമ്പോൾ ഇല്ലേ, ആക്കിഫ് നാസിം എന്ന് പറയുന്ന വ്യക്തിയോ ഡോപ്പയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റോ ഈ ചോദ്യം ഒന്നും ചെയ്യാൻ നോക്കില്ല. അവൻ ഓപ്ഷനിലോട്ട് സൂക്ഷിച്ച് നോക്കും. ഓപ്ഷനിലോട്ട് നോക്കുമ്പം 2 ബോളിനും സെയിം വെലോസിറ്റി ഈ ഓപ്ഷനിലില്ല, 2 ബോളിനും സെയിം വെലോസിറ്റി ഈ ഓപ്ഷനിലില്ല, 2 ബോളിനും സെയിം വെലോസിറ്റി ഈ ഓപ്ഷനിലില്ല. ആകെ വെലോസിറ്റി ഓപ്ഷൻ ബി, അതാണ് ശരി എന്ന് അവനക്കറിയാം. അവൻ ചെയ്യാൻ നിൽക്കില്ല. മനസ്സിലായോ? എടാ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നോക്ക്, ഒരു ടവറിൽ നിന്ന് ഒരു ബോഡിയെ 36 km/h മുകളിലോട്ട് എറിയും. 36 km/h എന്നാൽ 10 മീറ്റർ പെർ സെക്കൻഡ് മുകളിലോട്ട് എറിയുന്നു. വേറൊരു ബോളിനെ അടിയിലോട്ട് 10 മീറ്റർ പെർ സെക്കൻഡിൽ എറിയുന്നു. അങ്ങനെയാണെങ്കിൽ ടവറിൻ്റെ അടിയിലെത്തുമ്പം അവരുടെ വെലോസിറ്റി എന്ത് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോൾ ഒരു ബോഡി മുകളിലോട്ട് ഇട്ടുന്നു, അപ്പോൾ അത് പോയി 0 ആയി. പിന്നെ അത് കൂടി ഞാൻ എറിഞ്ഞ പോയിന്റ് എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്താണ്? അടിയിലോട്ട് 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ അടിയിലോട്ട് എറിയുന്നതിന് തുല്യമാണ് അല്ലേ. അപ്പോൾ അടിയിലെത്തുമ്പം 2 ബോഡിന് എന്തായിരിക്കും? ഈക്വൽ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ വെറുതെ ഞാൻ നേരത്തെ ചെയ്ത് വി സ്ക്വയർ ഇസ് യു സ്ക്വയർ പ്ലസ് 2gh ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓപ്ഷൻ നോക്കുമ്പം രണ്ടാക്കും സെയിം വെലോസിറ്റി ആയിട്ട് ഒരേ ഒരു ഓപ്ഷനെ കാണുന്നുള്ളൂ. ചാടിക്കറിയത് കുത്തുക. മനസ്സിലായോ? ഓക്കെ ലേടാ. ഓക്കെ, ഇനി നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് എല്ലാം ചെയ്ത് വേഗം ചെയ്ത് ഷടേ ചെയ്യാം. A projectile is projected with a kinetic energy K. Its range is R. It will have the minimum kinetic energy after covering a horizontal distance equal to. Simple question, theory question. A projectile velocity is projected with a kinetic energy K. Its range is R. It will have the kinetic energy after clearing a horizontal distance equal to. Options are R/2, R/4, 3, R/4. പറഞ്ഞേ, ഷടപടെ ഉത്തരം പറഞ്ഞടാ. ആടാ, അതൊരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന് ഉത്തരം പറഞ്ഞടാ. അപ്പം ഒരു കൈനറ്റിക് എനർജി കെയിൽ എറിയുന്നു അല്ലേ. എന്ന് വെച്ചാൽ ഒരു വെലോസിറ്റി യുവിൽ എറിയുകയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി 12 mu² ആണ് ഇനീഷ്യൽ പോയിന്റിൽ. ഇപ്പോൾ നമ്മുടെ ചോദിച്ചത് കൈനറ്റിക് എനർജി ഏറ്റവും മിനിമം ആയ പോയിന്റ് ഏതാണ് മോനെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ അതിൻ്റെ വേറൊരു അർത്ഥം എന്താ? എവിടെയാണ് കുട്ടാപ്പി ഏറ്റവും കുറവ് വെലോസിറ്റി ഉള്ളത് അല്ലേ. മിനിമം കൈനറ്റിക് എനർജി എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? മിനിമം വെലോസിറ്റി എവിടെയാണുള്ളത് എന്നാണ് അല്ലേ. കാരണം കൈനറ്റിക് എനർജി 12 mv² ആണ് അല്ലേ. എം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, വി എന്നുള്ള സാധനം മാത്രമേ മാറുള്ളൂ. അപ്പോൾ മിനിമം വെലോസിറ്റി എവിടെ എന്നുള്ളതാണ് ചോദ്യം. അപ്പം എല്ലാവർക്കും അറിയാം മിനിമം വെലോസിറ്റി എവിടെയായിരിക്കും നാജിയ? എവിടെയായിരിക്കും ഇങ്ങനെ സാധനം പോകുമ്പോൾ എവിടെയായിരിക്കും ഏറ്റവും മിനിമം കൈനറ്റിക് എനർജി? നിങ്ങൾ നോക്കുക, ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ അതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, മുകളിലോട്ട്
വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിലും ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി വെർട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ എപ്പോഴും റിസൾട്ടൻറ്റ് സാധനം ഇവിടെ ഒക്കെ ഉള്ളത്. പക്ഷേ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നോക്കുമ്പോൾ അതിന് ആകെ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ വെലോസിറ്റി ഒന്നുമില്ല. അപ്പോൾ അത് ഇറ്റ്സ് ഒബ്വിയസ് ഏറ്റവും കുറവ് വെലോസിറ്റി എവിടേക്കും ടോപ്പ് മോസ്റ്റ് പോയിന്റിലായിരിക്കും. ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണെങ്കിൽ ആ റേഞ്ച് എത്രയാടാ? ഈ റേഞ്ച് എത്രയാ? r/2 ആണ് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് തിയറി ആണ്. അപ്പോൾ ആൻസർ സിംപ്ലി r/2. ശരിയല്ലടാ? യെസ്, മാക്സിമം ഹൈറ്റ് അത് തന്നെ ഉത്തരം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉത്തരം പറഞ്ഞടാ, ആലോചിച്ച് പറയാം കേട്ടോ. നല്ല ഒരു ഫോട്ടോ ആയിട്ടുള്ള ഒരു സാധനമാണ്. 2 guns on a battleship simultaneously fire 2 shells with same speed at enemy ships. If the shell follow the parabolical trajectories as shown, which ship will get hit first? ഇതാണ് നമ്മുടെ കഥാനായകൻ. ഇവൻ ഓക്കെ, ഇവൻ 2 ടൈപ്പ് ഓഫ് പ്രൊജക്ടൈലും വിടുന്നു. ഒന്ന് ഇങ്ങനെ പോകുന്നു, അടുത്തത് ഇങ്ങനെ പോകുന്നു. ആരാണ് ആദ്യം ഹിറ്റാവുക? ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞേടാ, എല്ലാവരും പറഞ്ഞേ. 5 സെക്കൻഡ് തരാം, വേഗം പറഞ്ഞേ. 5 4 3 2 ടിൻ കഴിഞ്ഞു. നോക്ക്, ഇതാണ് നമ്മുടെ ബാറ്റിൽ ഷിപ്പ്. ഷിപ്പൊക്കെ വരയ്ക്കാൻ എനിക്കറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു ചെറിയ ഷിപ്പുണ്ട്, എ ഷിപ്പുണ്ട്, ഒരു ചെറിയ ബി ഷിപ്പുണ്ട്. ഓക്കെ, എ ഷിപ്പിലോട്ട് പ്രൊജക്ടൈൽ ഇങ്ങനെയാണ്, ബി ഷിപ്പിലോട്ട് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. നമ്മൾ ചോദിച്ചുള്ള ആരാണ് ആദ്യം ഹിറ്റ് ചെയ്യപ്പെടുക അല്ലേ? ആരാണ് ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താടാ? നമ്മൾ എന്താ നോക്കണ്ടേ? ടൈമാണ് നോക്കേണ്ടത്. ടൈമിൻ്റെ പ്രൊജക്റ്റൈൻ്റെ ഇക്വേഷൻ എന്താ? T = 2u sin θ/g എന്നാണ്. എന്ന് വെച്ചാൽ ടി എന്ന് പറഞ്ഞ മച്ചാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? യുവിനെയും ജീനെയും സൈൻ തീറ്റയെയും. ജി എന്നുള്ള സാധനം കോൺസ്റ്റൻ്റ് ആണ്, രണ്ട് കണ്ടീഷൻ സെയിം ആണ്, നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. യു എന്നുള്ള സാധനം ക്വസ്റ്റ്യൻ പ്രത്യേകം രണ്ടാളും സെയിം വെലോസിറ്റിയിലാണ് കേട്ടോ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ യു എന്നുള്ള സാധനം കൺസിഡർ ചെയ്യാൻ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ എന്നാണ് അല്ലേ? ഞാൻ അതിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കറിയാം ഫസ്റ്റത്തെ എൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലേ? അതിൽ തീറ്റ എന്താടാ? ഇതിൻ്റെ ഈ തീറ്റ എ ആണെന്ന് വിചാരിക്കുക, അത് തീറ്റ ബി ആണെന്ന് വിചാരിക്കാം. ഇറ്റ്സ് വെരി ഒബ്വിയസ് ദാറ്റ് തീറ്റ എ ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ ബി. തീറ്റ എ ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ ബി എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എ ഈസ് ഗ്രേറ്റർ ദാൻ സൈൻ തീറ്റ ബി, വിച്ച് ഇസ് സെയിം ദാറ്റ് ടൈം എ ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ബി, വിച്ച് മീൻസ് ടൈം ബി ചെറുതാണ്. എന്ന് വെച്ചാൽ ബി ഷിപ്പ് വിൽ ഗെറ്റ് ഹിറ്റ് ഫസ്റ്റ്. Is that clear, ladies and gentlemen? Is that clear? നാജിയ മനസ്സിലായോ? സെയിം ടൈം അല്ലാന്ന് മനസ്സിലായോ? തീറ്റ മാറുന്നുണ്ട്, രണ്ടാണ് തീറ്റ വേറെയാണ്. സൈൻ ഫസ്റ്റത്തെ സാധനം നോക്കിക്കേ, തീറ്റ കൂടുതലാണെങ്കിൽ സൈൻ തീറ്റ കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി ടൈമും കൂടുതലാവും. എന്ന് വെച്ചാൽ എയിലോട്ട് എത്താടുക്കുന്ന ടൈം കൂടും, എന്ന് വെച്ചാൽ മെല്ലെ വന്നേ ഇടിക്കുള്ളൂ. പക്ഷേ ബീനെ സംബന്ധിച്ചും ടൈം കുറവാണ്, തീറ്റ കുറവായതുകൊണ്ട് ടൈം കുറവാണ്, എന്ന് വെച്ചാൽ നേരത്തെ വന്ന് ഇടിക്കും. അപ്പം യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ അല്ലടാ? ഇത് വേഗം കണ്ടുപിടിച്ച്, ഇതൊക്കെ വെറുതെ ചീകള് ക്വസ്റ്റ്യൻ വേഗം ചെയ്തിടാ. A projectile is projected with a kinetic energy k at an angle theta with the horizontal. Its kinetic energy at the highest point of its trajectory will be. വേഗം പറഞ്ഞേ അല്ലേ? നമുക്കറിയാം ഒരു ബോഡിയെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, 60 ഡിഗ്രിയാണ് ആംഗിൾ. ഇവിടുത്തെ കൈനറ്റിക് എനർജി പറഞ്ഞാൽ കെ ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നു കെ, ഇനീഷ്യൽ കൈനറ്റിക് എനർജി കെ എന്ന് പറഞ്ഞ സാധനം ½ m² ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. നമ്മുടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാം ഇവിടുത്തെ ഒരേ ഒരു സാധനം ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ യു കോസ് തീറ്റ കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്താടാ? കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജി മാക്സിമം ഹൈറ്റ് h ഈസ് ഈക്വൽ ടു ½ mu cos തീറ്റ ദി ഹോൾ സ്ക്വയർ എന്നാകുന്നു
അല്ലേ എന്നാകുന്നു. അപ്പോൾ യു കോസ് തീറ്റ, തീറ്റ 60 ആണ് തന്നിട്ടുണ്ട്. കോസ് 60 എത്രയാടാ 1/2. അപ്പോൾ u/2. അപ്പോൾ ഹാഫ് എം യു ബൈ 2 ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് എം യു സ്ക്വയർ ഇൻറ്റു 1/4 അല്ലേ. ഹാഫ് എം യു സ്ക്വയർ ഇൻറ്റു 1/4. ഇനി സൂക്ഷിച്ച് നോക്കുമ്പോൾ ഹാഫ് എം യു സ്ക്വയർ എന്ന് വെച്ചാൽ ഹാഫ് എം യു സ്ക്വയർ എന്താണ് കെ ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പുതിയ കെ അറ്റ് ദി മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു k/4. Is that clear, ladies and gentlemen? Is that clear? Yes. അപ്പോൾ ഓപ്ഷൻ ഡി. ഓക്കെ, ഇതൊക്കെ പറഞ്ഞതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഞാൻ ആദ്യം രണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് ഷഫിളായി പോയി ക്വസ്റ്റ്യൻ്റെ ഓർഡർ. ഞാൻ പറഞ്ഞേ 2 bodies are projected with the same velocity. If one is projected at an angle of 30 degree and the other at an angle of 60 degree the horizontal, the ratio of the maximum height reached is. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? രണ്ടാളും സെയിം ആണ്. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, അടുത്ത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 2. ഇത്രയേ ഉള്ളൂ. ഒന്ന് യു സ്ക്വയർ സൈൻ സ്ക്വയർ 30 ഡിഗ്രി, അടുത്ത യു സ്ക്വയർ സൈൻ സ്ക്വയർ 60 ഡിഗ്രി. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മാത്തമാറ്റിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ അതിൽ ചെയ്യാൻ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അറിയില്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ 1:3 എന്നാണ് ഉത്തരം കിട്ടുക അല്ലേ? ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് H1 എന്ന് പറഞ്ഞ സാധനം യു സ്ക്വയർ സൈൻ സ്ക്വയർ 30 ഡിഗ്രി ഡിവൈഡ് ബൈ 2g. H2 എന്ന് പറഞ്ഞ സാധനം യു സ്ക്വയർ സൈൻ സ്ക്വയർ 60 ഡിഗ്രി ബൈ 2g. രണ്ടാൾ ഡിവൈഡ് ചെയ്യുന്നു. യു സ്ക്വയർ വെട്ടി, 2g വെട്ടി. സൈൻ സ്ക്വയർ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/2. അപ്പോൾ 1/4. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2. √3/2ൻ്റെ സ്ക്വയർ എത്രയാണ് 3/4 വെട്ടി. അപ്പോൾ H1/H2 എന്ന് പറഞ്ഞാൽ എത്രയാടാ 1:3 അല്ലേ? സിമ്പിൾ മാത്തമാറ്റിക്സ്. അപ്പോൾ ഓപ്ഷൻ ബി. ഇതൊക്കെ പറഞ്ഞടാ. The maximum horizontal range of a projectile is 400. The maximum height attained by it is. എത്രടാ? നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയുമോ എന്നാണ് ഇവിടെ നോക്കിയുള്ളത്. r tan theta is equal to 4h എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, r tan theta is equal to 4h എന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ തീറ്റ എത്രയാണ് 45 ആണ്. അപ്പോൾ tan 45 എത്രയാണ് 1 ആണ്. അപ്പോൾ r is equal to 4h എന്നാണ് ഇക്വേഷൻ. r-ൻ്റെ വാല്യൂ എത്ര ക്വസ്റ്റിന് തന്നിട്ടുള്ളടാ? r-ൻ്റെ വാല്യൂ എത്ര ക്വസ്റ്റിന് തന്നിട്ടുള്ളത്? 400 is equal to 4 into h. വെട്ടി 100. യുവർ ആൻസർ ഈസ് 100 മീറ്റർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? അറബി ആയോ? ഇവരെ ഞാൻ പിടിച്ചിട്ട് എടാ മനസ്സിലായോ? 200 എങ്ങനെ 200 വന്നേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. If the time of flight of a projectile is 10 seconds, range is 500 meter, the maximum height attained by it will be. അല്ലടാ? അപ്പോൾ നമുക്ക് t is equal to 10 seconds തന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? h ആണ് കണ്ടുപിടിക്കേണ്ടത്. h എന്ന് പറഞ്ഞാൽ എന്താ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇതൊന്ന് വൃത്തിക്ക് ചെയ്താണ്. ഇറ്റ്സ് ബേസിക്കലി യു സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ ബൈ 2g എന്നാണ്. ഈ 2g എന്ന സാധനം നമുക്കറിയാം. യു സൈൻ തീറ്റ കിട്ടാൻ മതി. യു സൈൻ തീറ്റ എവിടെ നിന്ന് കിട്ടും? ടീന്ന് കിട്ടും അല്ലേ? ടി നമുക്ക് ഓൾറെഡി കിട്ടും. എങ്ങനെ കിട്ടും? t is equal to 2u സൈൻ തീറ്റ ബൈ g ആണ് അല്ലേ? 2u സൈൻ തീറ്റ ബൈ g ആണ്. ഇതാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ യു സൈൻ തീറ്റ എന്ന് പറഞ്ഞ സാധനം എന്താടാ? 10g/2 അല്ലെങ്കിൽ 5g ആണ് അല്ലേ? ഇതാണ് യു സൈൻ തീറ്റ. ഇനി ഞാൻ മുകളിലോട്ട് പോകുന്നു. h എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ. ഇത് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ആൻസർ എന്തായിരുന്നു? 5g ദ ഹോൾ സ്ക്വയർ ബൈ 2g. അപ്പോൾ എത്രയാടാ? 25g സ്ക്വയർ ബൈ 2g. ഒന്ന് വെട്ടി. ഈ g എന്ന് പറഞ്ഞ സാധനം എത്രയാണ്? 10 ആണ്. 25 ഇൻറ്റു 10/2 വെട്ടി 5 ടൈംസ്. യുവർ ആൻസർ ഈസ് 125 മീറ്റർ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ അതിലുണ്ടോ? ഓപ്ഷൻ എ അല്ലേ? സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്തിട്ടുള്ളൂ. ടൈം 10 seconds ആണ് തന്നിട്ടുണ്ട്. അതിന് 2u സൈൻ തീറ്റ ബൈ g. യു സൈൻ തീറ്റ കണ്ടുപിടിച്ചു, എച്ചിൻ്റെ ഇക്വേഷൻ കൊണ്ടുപോയിട്ട് കൊടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ റേഞ്ച് എന്തിനാണ് സാറേ? റേഞ്ച് വെറുതെ തന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനും കണ്ടുപിടിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീറ്റ ഒക്കെ കണ്ടുപിടിച്ച് സൈൻ 2 തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ രണ്ടറിയാത്ത കമ്പൗണ്ടൊക്കെ വന്ന് പിന്നെ ടി കൊണ്ടിട്ട് കൊടുത്ത് ഒരുപാട് പാടാം. അപ്പോൾ സിമ്പിളായിട്ട് ടൈമിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലിയർ ആണ്. അത് ചെയ്തേ. സിമ്പിൾ ക്വസ്റ്റ്യൻ.
വീണ്ടും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. എല്ലാവരും ചെയ്തേ. സമയം എടുത്ത് ആലോചിച്ച് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ചെയ്തേ. വേഗം ചെയ്തേ. നല്ല നല്ല കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 IIT ക്വസ്റ്റ്യൻസ് അവസാനം ഇട്ടിട്ടുണ്ട്. ആടാ 4h = r tan θ എന്നൊക്കെ ചെയ്യാം. പക്ഷെ തീറ്റ എന്താണെന്ന് അറിയോ നമുക്ക്? ടാൻ തീറ്റയിൽ ഇട്ട് കൊടുക്കാൻ തീറ്റൻ്റെ വാല്യൂ നിനക്ക് അറിയോ? നമുക്കറിയോ? തീറ്റ നമുക്ക് 1 ആണ്, ഇത് മാക്സിമം റേഞ്ച് ആണെന്നൊക്കെ അസ്യൂം ചെയ്തിട്ട് വേണം ചെയ്യാം. തീറ്റൻ്റെ വാല്യൂ നമുക്ക് അറിയില്ലല്ലോ. അറിയോ? ഇല്ല. മനസ്സിലായോ സഫ? മനസ്സിലായോ? തീറ്റ നമുക്ക് തന്നിട്ടില്ലല്ലോടാ. 4h = r tan θ എന്ന് തന്നിട്ടില്ലല്ലോ. ആറിൻ്റെ വാല്യൂ 500 ആണെന്ന് അറിയാം. അവിടെ സാരമില്ല. ഇയാളില്ലേ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് സ്ലോ ആക്കി സാധനം വീഡിയോ മെല്ലെ മെല്ലെ കണ്ടാൽ ചെയ്യാൻ കിട്ടും. ഓക്കെ, നോക്കാം. എ ബോഡി ഈസ് ത്രോൺ ഹൊറിസോണ്ടലി ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് 5 meter. It touches the ground at a distance of 10 meter from the foot of the tower. The initial velocity of the body is. ഒരു 5 meter ഹൈറ്റ് ഉള്ള എന്തുണ്ടാ ഒരു ടവർ ഉണ്ട് അല്ലേ? അവിടെ നിന്ന് നമ്മൾ ഒരു ബോഡിയെ ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ബോഡി സ്വാഭാവികമായിട്ടും ഇങ്ങനെ വന്ന് വീകും. ഇങ്ങനെ വന്ന് വീകും. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റി എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി, ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ സാധനം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ദൂരം എന്ന് പറയുന്നത് എക്സ് ദൂരം അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ് അല്ലേ? ഇങ്ങനത്തെ മോഷനിൽ ടൈം എത്രയുടെ ഒരു ഫ്രീ ഫോണിലെ ടൈമാണ് u × √2h/g ആണ് അല്ലേ? ഇതൊക്കെ നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാണ്. ഞാൻ അവിടെ തിയറിയിൽ ഞാൻ ഒരുപാട് കെട്ടി മറിയുന്നില്ല. ഇപ്പോൾ റേഞ്ച് എന്ന സാധനം ക്വസ്റ്റ്യൻ 10 എന്ന് തന്നിട്ടുണ്ട്. u ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2h എന്ന് പറഞ്ഞാൽ ടവറിൻ്റെ ഹൈറ്റ് 5 എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 10, 2ഉം 5ഉം 10ഉം വെട്ടിപ്പോയി. അപ്പോൾ യുവർ ആൻസർ ഈസ് വാട്ട്? 10 meter/second. സിമ്പിൾ മാത്തമാറ്റിക്സ്. ഓപ്ഷൻ എ 10, ഓപ്ഷൻ സി 10 cm/second. ഈസ് ദാറ്റ് ക്ലിയർ? അവിടെ മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തിയറി നിങ്ങൾ കുറച്ച് പിന്നോട്ടാണ്. തിയറി കൺസെപ്റ്റ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മറന്നിട്ടാണ്. നിങ്ങളൊന്ന് ഇനി നാളെ മുതൽ വരുമ്പോഴെങ്കിലും ലോസ് ഓഫ് മോഷനൊക്കെ ഒന്ന് മറച്ച് നോക്കി, തിയറിയൊക്കെ ഒന്ന് മറച്ച് നോക്കിയിട്ട് വരിക. ഇനി ഈ ക്ലാസ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ക്ലാസ് പോസ് ചെയ്തിട്ട് ഒന്ന് 2D ഒന്ന് കൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് റീക്യാപ്പ് അടിച്ചിട്ട് ഈ വീഡിയോ നമ്മളിതിന് ശേഷം കാണാം. ഓക്കെ, ഞാൻ വലിയ അറബി ഒന്നും പറയുന്നില്ല, കോംപ്ലിക്കേറ്റഡ് സാധനമേ പറയുന്നില്ല, സിമ്പിൾ സാധനമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ പേടിച്ചിട്ട് നിങ്ങൾക്ക് ഒയ്യോ ഓർമ്മയില്ല എന്ന് വെപ്രാളം പിടിച്ചാണ് കിട്ടാത്തുള്ളത്. ജസ്റ്റ് ഒന്ന് കാമായിട്ട് തിയറി നോക്കാം, നിങ്ങൾക്ക് സാധനം കിട്ടും. ഓക്കെ, ഇതാ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സം ഓഫ് ദി മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ടു ഫോഴ്സസ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് ഇസ് 18 ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഇസ് 12. ഇഫ് ദ റിസൾട്ടന്റ് ഈസ് അറ്റ് 90 degree വിത്ത് ദ ഫോഴ്സ് ഓഫ് സ്മോളർ മാഗ്നിറ്റ്യൂഡ്, വാട്ട് ആർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സസ്? ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടിപ്പിക്കലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ദ ഇതേമാതിരി പഠിച്ചു വെച്ചോ. ഓക്കെ, ഇതുവരെ പഠിച്ചു വെക്കുന്നല്ല, അതിൻ്റെ തോട്ട് പ്രോസസ്സ് മനസ്സിലാക്കി വെച്ചോ. ദ സം ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു ഫോഴ്സസ്. അപ്പോൾ നമുക്ക് 2 ഫോഴ്സ് ഉണ്ട്, F1 ഫോഴ്സ് ഉണ്ട്, F2 ഫോഴ്സ് ഉണ്ട്. ഇവിടെ സം ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് രണ്ടാളും വെറുതെ ആഡ് ചെയ്താൽ മാഗ്നിറ്റ്യൂഡ് വെറുതെ ആഡ് F1 + F2 എന്ന് പറയുന്നത് 18 ആണ് കേട്ടോ എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സം ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടു ഫോഴ്സ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് ഈസ് 18 ആൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഈസ് 12. എന്ന് വെച്ചാൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? √F1² + F2² + 2F1 F2 cos θ എന്ന് പറഞ്ഞ സാധനം എത്രയാണ്? 12 എന്നാണ് തന്നിട്ടുള്ളത്. ഇനി ആണ് നമുക്കുള്ള ഹിൻ്റ് എഴുതി തന്നിട്ടുള്ളത്. If the resultant is at 90 degree with the force of the smaller magnitude, what are the magnitude of the forces? അപ്പോൾ നോക്കാം,
റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞ സാധനം ഒരു കമ്പോണേറ്റ് 90 ഡിഗ്രി ഉണ്ടാക്കുന്നു, ഒരു കമ്പോണേറ്റ് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ 2 വെക്ടേഴ്സ്, ഒരു ബി വെക്ടർ ഒരു എ വെക്ടർ ആക്ട് ചെയ്യുന്നു, ഒരു റിസൾട്ടൻ്റ് ആറാണ്. ഈ ആംഗിൾ മൊത്തത്തിൽ എയും ബി ആംഗിൾ തീറ്റയാണ്. ഈ ആംഗിൾ ആറും എയും തമ്മിലുള്ള ആംഗിൾ ആൽഫയാണെങ്കിൽ ടാൻ ആൽഫ എന്ന് പറയുന്നത് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ ആണ് കേട്ടോ എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഇപ്പോൾ ലെറ്റസ് കൺസിഡർ ഇത് F1 ഫോഴ്സ് ആണ്, ഇത് F2 ഫോഴ്സ് ആണ്. ക്വസ്റ്റ്യൻ പ്രകാരം F1 ഈസ് ദ സ്മോളർ ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഈ ആൽഫ എന്താണ്, ഇത് 90 ഡിഗ്രി ആണ് കേട്ടോ എന്നാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാം ടാൻ 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു F2 sin theta divided by F1 plus F2 cos theta എന്നാണ്. എന്നടാ നോക്കുക, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അത്രയേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കറിയാം ടാൻ 90 എന്ന് പറയുന്ന സാധനം എന്താണ്, ഇൻഫിനിറ്റി അല്ലെങ്കിൽ 1/0 എന്നാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറഞ്ഞ സാധനം ഇതാണ് എന്ന് വെച്ചാൽ F1 പ്ലസ് F2 കോസ് തീറ്റ ഇസ് ഇക്വൽ ടു 0. ഇതാണ് അവർ തന്ന സ്റ്റേറ്റ്മെൻറ്റ്. ദ റിസൾട്ടൻറ്റ് ഈസ് മേക്കിംഗ് ആംഗിൾ 90 ഡിഗ്രി വിത്ത് വൺ ഓഫ് ദി കമ്പോണൻറ്റ് എന്ന് പറഞ്ഞ സാധനം തരുന്ന ഡാറ്റ ഇതാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നിങ്ങൾക്ക് തരുന്ന ഡാറ്റ. അതെങ്ങനെ കിട്ടി, ടാൻ ആൽഫയിൽ നിന്ന് കിട്ടി. അറിയാം ടാൻ ആൽഫ ഇസ് ഇക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്നാണ്. അപ്പോൾ ടാൻ 90 ഇസ് ഇക്വൽ ടു F2 സൈൻ തീറ്റ ഡിവൈഡ് ബൈ F1 പ്ലസ് F2 കോസ് തീറ്റയാണ്. അതെന്ന് പറഞ്ഞാൽ 1/0 ഇൻഫിനിറ്റിയാണ് ടാൻ 90 എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ F1 പ്ലസ് F2 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടിയടാ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് F1 ബൈ F2 എന്നാണ്. ഇത് ഞാൻ എനിക്ക് എവിടെ കൊണ്ട് ഇട്ട് കൊടുക്കാടാ, എവിടെ കൊണ്ട് ഇട്ട് കൊടുക്കാം, ഈ സാധനത്തിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാം, ഇതിൽ നിന്നൊരു സാധനം ഇതിലിട്ട് കൊണ്ടുകൊടുക്കാം. ഒരുപാട് സാധനം ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നോക്കാം, ഈ സാധനം ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ, മൈനസ് F1 ബൈ F2 എന്നാണ്. ഓക്കെ അല്ലേ, F2 വെട്ടി. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്, റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ മൈനസ് 2F1 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് F2 സ്ക്വയർ മൈനസ് F1 സ്ക്വയർ ദിസ് ഈസ് ഈക്വൽ ടു 12 എന്നായി. അപ്പോൾ എനിക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ സാധനം എന്താടാ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ്. അതാ പറഞ്ഞത്, ഫുൾ മാത്തമാറ്റിക്സ് ആണ് വെക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ. F21 മൈനസ് ഇതും F21 പ്ലസ് F1 ആണ്. ഇതിൻ്റെ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു 12 എന്നാണ്. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ F21 മൈനസ് F1 ഇൻറ്റു F21 പ്ലസ് F1 ഈസ് ഈക്വൽ ടു 144. ഈ F2 പ്ലസ് F1 ഇതെന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 18 ആണ് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. F2 മൈനസ് F1 ഈസ് ഈക്വൽ F2 മൈനസ് F1 ഇൻറ്റു 18 ഈസ് ഈക്വൽ ടു 144. ഓക്കെ, അല്ലെങ്കിൽ F2 മൈനസ് F1 ഇസ് ഇക്വൽ ടു 144/18. ഇത് എത്ര സമയം വെട്ടാം, 8 പ്രാവശ്യം വെട്ടാം. അപ്പോൾ നമുക്ക് രണ്ട് സാധനം കിട്ടി. F2 മൈനസ് F1 ഇസ് ഇക്വൽ ടു 8, F2 പ്ലസ് F1 ഇസ് ഇക്വൽ ടു 18. രണ്ട് സാധനത്തെ ഞാൻ ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 2F2 ഇസ് ഇക്വൽ ടു 18 പ്ലസ് 8 വിച്ച് ഈസ് 26, അല്ലെങ്കിൽ F2 ഇസ് ഇക്വൽ ടു 13. അങ്ങനെയാണെങ്കിൽ ഇതിട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, F1 എന്ന സാധനം എന്താ, F1 ഇസ് ഇക്വൽ ടു 5. കുറച്ച് മാത്തമാറ്റിക്സ് ആണ്, അത്രയേ ഉള്ളൂ. എല്ലാവരും പോയില്ലേ, എല്ലാവരും ഓടിപ്പോയി അല്ലേ, മനസ്സിലാകാത്ത എല്ലാവരും ഓടിപ്പോയി. എടാ അതൊക്കെ ഇപ്പോൾ നോക്ക്, അതൊരു പ്രീവിയസ് ഇയർ റൂർക്കി ക്വസ്റ്റ്യൻ ആണ്, ഒരു IIT ക്വസ്റ്റ്യൻ ആയിരുന്നു, പഴയ ഒരു എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതാണ് മാത്തമാറ്റിക്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്കൊന്നും കണ്ട് പേടിക്കേണ്ട, കിട്ടിയോടാ, മനസ്സിലായോ, സാധനം മനസ്സിലായോ, ഇത്രയേ ഉള്ളൂ. നമുക്ക് രണ്ട് ഫോഴ്സ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. രണ്ട് ഫോഴ്സ് A പ്ലസ് ബി എന്നുള്ള സാധനം ഒരു വാല്യൂ തന്നു, A റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ എന്ന് പറഞ്ഞ സാധനം ഒരു Y എന്ന് പറഞ്ഞ വാല്യൂ തന്നു. എന്നിട്ട് അവർ പറയാണ് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞ സാധനം, ഈ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞ സാധനം ഒരു കമ്പോൺ ലെറ്റ്സ് എനെ വെച്ച് 90 ഡിഗ്രി ആക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ടാൻ 90 ഡിഗ്രി ഇസ് ഇക്വൽ ടു ബി സൈൻ തീറ്റ ബൈ A പ്ലസ് ബി കോസ് തീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/0 എന്ന് വെച്ചാൽ ബേസിക്കലി തന്നിട്ടുള്ളത് A പ്ലസ് ബി കോസ് തീറ്റ ഇസ് ഇക്വൽ ടു 0 എന്നാണ് തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കോസ് തീറ്റ
എന്നുള്ള സാധനം കിട്ടുന്നു. ആ വാല്യൂ ഞങ്ങൾ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടുന്നു. പിന്നെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കാൽക്കുലേഷൻ മനസ്സിലാക്കി 1-2 വട്ടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, മാത്തമാറ്റിക്സ് മാത്രമേ ചെയ്തുള്ളൂ. ഒന്നും ആലോചിക്കേണ്ട ആവശ്യം, വെറുതെ സഹിക്കേണ്ട ആവശ്യമില്ല, മാത്സ് ആണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞടാ. A large number of bullets are fired in all directions with the same speed v. What is the maximum area on the ground on which these bullet will spread? ഒരാൾ നിന്ന് ഇങ്ങനെ വെടി വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ഏരിയ എത്ര ആവാം എന്നതാണ് ചോദ്യം. മാക്സിമം ഏരിയ പറഞ്ഞേടാ, മാക്സിമം ഏരിയ പറഞ്ഞേടാ. ബേസിക്കലി എന്താടാ, ജസ്റ്റ് ഒറ്റ മോഷൻ കൺസിഡർ ചെയ്യാം. ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെടിയേക്കുക. അപ്പോൾ ഇത് സാധനം ഇങ്ങനെ പോകും അല്ലേ, പിന്നെ ഇങ്ങനെ പോകും. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ നമുക്ക് ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ മാക്സിമം ഏരിയ ഉണ്ടാവണമെങ്കിൽ മാക്സിമം റേഡിയസ് ആവണം, വെച്ചാൽ മാക്സിമം റേഞ്ച് ആവണം അല്ലേ. റേഞ്ച് മാക്സിമം ആവണം. റേഞ്ച് മാക്സിമം ആണെങ്കിൽ തീറ്റ എത്രയാവണം? 45 ഡിഗ്രി ആവണം. അപ്പോൾ റേഞ്ച് ഈസ് ഈക്വൽ ടു u² sin 2 × 45 ഡിവൈഡ് ബൈ ജി. റേഞ്ച് എത്രയാവണം? റേഞ്ച് ഈസ് ഈക്വൽ ടു u²/g ആവണം. ഇതാണ് റേഡിയസ് അല്ലേ, ഇതാണ് റേഡിയസ് അല്ലേടാ, ഇതാണ് ഈ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പം ഏരിയ എത്രയാണ്? നമ്മൾ ഏരിയ ചോദിച്ചില്ല. ഏരിയ എന്ന് വെച്ചാൽ എത്രയാ? πr². അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കൂടാ π × u²/g² എന്ന് വെച്ചാൽ എൻ്റെ ആൻസർ πu⁴g² എന്നാകുന്നു. സോ മൈ ആൻസർ ഓപ്ഷൻ നോക്കുന്നു, ഓപ്ഷൻ ബി. മനസ്സിലായോ? ഇനിയില്ലേ ഇതില്ലേ, ഇത് ചിലപ്പം ഞാൻ ഇങ്ങനൊന്നും ചെയ്യാൻ നിൽക്കില്ല. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ സാധനവും ഡയമെൻഷനിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഇതൊക്കെ ഡയമെൻഷനിൽ വേറെയാണല്ലോ. രണ്ട് അല്ലേ, എല്ലാം വ്യത്യാസമില്ല. എയും ഡിയും സെയിം ആണ്. നോക്കാം ഡയമെൻഷൻ വെറുതെ നോക്കാം. ഞാൻ നല്ല ഡയമെൻഷൻ പഠിപ്പിച്ച് പറഞ്ഞു, ചില ക്വസ്റ്റൻ നമുക്ക് ഡയമെൻഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുക, ഓപ്ഷൻസൊക്കെ വേറെ പവറൊക്കെ ഉണ്ട്. വെറുതെ ഡയമെൻഷൻ കൊടുത്ത് നോക്കാം. ഈ ക്വസ്റ്റൻ ഡയമെൻഷൻ നോക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടേണ്ടത്? ഏരിയ ആണ് കിട്ടേണ്ടത്. ഏരിയ ഡയമെൻഷൻ എത്രടാ? L² ആണ്. L² ഡയമെൻഷൻ L² ആണ്. പൈന് ഇതുണ്ടോ? പൈന് ഒന്നുമില്ല. യുവിൻ്റെ ഡയമെൻഷൻ എന്താ? L⁻⁻1² ഡിവൈഡഡ് ബൈ ജി ആക്സിലറേഷൻ ആണ്. L⁻⁻2 ആണ്. നോക്കുമ്പോൾ എന്ത് സാറും? L²T⁻⁻2 ഡിവൈഡ് ബൈ L² L⁻⁻2. അപ്പോൾ T⁻⁻2 പോയി, T⁻⁻2 പോയി, ഒരു L പോയി, ബാക്കിയുള്ള എന്തുണ്ട്? L മാത്രമാണ്. ഏരിയൻ്റെ ഡയമെൻഷൻ അതാണോ? അല്ല. അപ്പം ഇത് തെറ്റ്. അതേപോലെ തന്നെയാണ് ഇത് നോക്കുക, ഡി എന്നുള്ള ഓപ്ഷൻ നോക്കുക. ഡി എന്നുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ എന്താണ്? L⁻⁻1² ഡിവൈഡ് ബൈ L⁻⁻2² ഇത് നോക്കിയാലും എന്ത് സംഭവിക്കും? L² ആവില്ല ഡയമെൻഷൻ. അപ്പോൾ ഇതും തെറ്റാണ്. പിന്നെ ഡയമെൻഷനിൽ സെയിം ആയിട്ട് നമുക്ക് സി ഉണ്ട്, ബി ഉണ്ട്. രണ്ടാം ഡയമെൻഷനിൽ സെയിം ആണ്. രണ്ടാക്കും ഒരേ ഏരിയയുടെ ഡയമെൻഷനാണ്. പക്ഷേ എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുള്ളത് ഏരിയ ആണ്. അപ്പോൾ π × റേഡിയസ്² ആയിരിക്കും. π² എന്നുള്ള സാധനം വരില്ല. അപ്പം ഇത് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ വേഗം ചാടിക്കറി ബി എന്ന് കുത്തും. മനസ്സിലായോ? വെറുതെ വേറൊരു മെത്തേഡ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും പിള്ളേരൊക്കെ ഇറങ്ങി പോവാണല്ലോടാ. തുടങ്ങിയപ്പോൾ 90-100 പേരുണ്ടായത്, ഇപ്പം 70 ചില്ലാൻ പേരായി. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? ശേ ഇവിടെ പിടിപറ്റുന്നത് ഞാൻ ഡള്ളായിട്ടാണോ ക്ലാസ് എടുക്കുന്നത്? അതുകൊണ്ടാണോ? ഉറക്കം തൂങ്ങിയാൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടോ? ഇതെന്ന് നമ്മൾ മറ്റേ കുട്ടികൾക്കൊക്കെ നമ്മളിങ്ങനെ ഓരോന്നിപ്പം കുട്ടികൾ കാര്യമായി പെട്ടെന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും കളിക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ മിഠായി എന്തെങ്കിലും കൊടുക്കൂലേ, അതേമാതിരിയാണ് ഞാൻ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ചടയ്ക്കുമ്പോൾ നിങ്ങൾ അപ്പോഴത്തേനും ഇങ്ങനെ പുകയൊക്കെ ഇടുന്നത്, ഇന്നാ സമാധാനിക്കുന്നു പറഞ്ഞിട്ട്. ഓക്കെ, നോക്കടാ. If the resultant of n forces of different magnitudes acting at a point is 0, then the minimum value of n is
മിനിമം വാല്യൂ ഓഫ് n is സിമ്പിളായിട്ട് ലോജിക്കലി ക്വസ്റ്റ്യൻ ആണ്. റിസൾട്ട് ഓഫ് n ഫോഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് അറ്റ് എ പോയിന്റ് 0 അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോക്ക് ഒരു പോയിന്റിൽ നെറ്റ് വെലോസിറ്റി 0 അല്ലെ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് വെക്ടർ 0 ആവണമെങ്കിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ആണെങ്കിൽ നമുക്ക് 2 എണ്ണം വേണം അല്ലേ അല്ലടാ അല്ലേ നമ്മുടെ എന്താ വെച്ചാൽ റിസൾട്ടൻ ഫോഴ്സ് ഓഫ് n ഫോഴ്സസ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് പക്ഷേ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം വേണം. അപ്പോൾ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് നമുക്ക് മിനിമം എത്ര വേണം 3 എണ്ണം വേണം. യുവർ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ ഓക്കെ അല്ലേടാ അപ്പോൾ ഓപ്ഷൻ സി ആണ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ്. അപ്പോൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ആണെങ്കിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ഉള്ള ഫോഴ്സസ് 0 ആവണമെങ്കിൽ എത്ര സാധനം വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 എണ്ണം മതി. പക്ഷേ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് ആണെങ്കിൽ മിനിമം 3 എണ്ണം വേണം. ഇസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? അല്ലേ സിമ്പിളായിട്ടുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഇനി ഇതൊക്കെ ഒന്ന് പറഞ്ഞ് A particle is moving eastwards with velocity 5 meter per second. In 10 seconds, the velocity changes to 5 meter per second northwards. Then the average acceleration in this time is. ആദ്യം എങ്ങോട്ടാ പോകുന്നടാ ഈസ്റ്റിലോട്ട് അല്ലേ ആദ്യം ഈസ്റ്റിലോട്ട് പോകുന്നു പിന്നെ എങ്ങോട്ട് പോകുന്നു നോർത്തിലോട്ട് പോകുന്നു. അങ്ങനെയാണ് ആവറേജ് ആക്സലറേഷൻ എങ്ങനെയാണ് കണ്ടെത്തുക ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി with 5 - 5 അത് 0 കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാം ചാടി കയറി എ എന്ന് കുത്തും. പക്ഷെ ഇതെന്താണ് വെക്ടറാണ് ആംഗിൾ മാറിയിട്ടുണ്ട്. അപ്പോൾ വെക്ടർ നിങ്ങൾ എങ്ങനെ ചെയ്യും നോക്കാം. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞിട്ടില്ലേ ദ ബോഡി ഈസ് മൂവിങ് ആക്ച്വലി ഈസ്റ്റ്വേർഡ്സ് ഇനീഷ്യലി 5 meter per second. പിന്നെ ഇറ്റ് ഇസ് മൂവിങ് നോർത്ത്വേർഡ്സ് 5 meter per second അല്ലേ നോർത്ത്വേർഡ്സ് ഈസ്റ്റ്വേർഡ്സ്. അപ്പോൾ നമ്മോട് എന്താ ചോദിച്ചിട്ടുള്ളത് പറഞ്ഞടാ ആവറേജ് ആക്സലറേഷൻ ആണ്. ആവറേജ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഇതാണ് ഫൈനൽ വെലോസിറ്റി, ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞ സാധനം VF - VI ബൈ ടൈം ആണ് അല്ലേ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടെത്തുക നോക്ക് VF - VI നിങ്ങൾ പറഞ്ഞ റിസൾട്ടൻ്റ് ഇങ്ങനത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി വരുമ്പോൾ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക അതിനെ തിരിക്കണം അല്ലേ. ഇപ്പം നോർത്ത് വേർഡ്സ് ഇങ്ങനെ തന്നെ കിടക്കുന്നു, ഇതാണ് V ഫൈനൽ. നോക്കിയാൽ -VI ആണ്. അപ്പം ഇങ്ങോട്ടുള്ള സാധനത്തിന് തന്നെ എങ്ങോട്ട് വരയ്ക്കണടാ ഇങ്ങോട്ട് വരയ്ക്കണം 5 meter per second 5 meter per second 5 meter per second. അപ്പം ഇനി ഇതിൻ്റെ പിന്നെ നമുക്ക് നോക്കുക സെയിം സാധനമാണ് സബ്ട്രാക്ഷനാണ്. അപ്പോൾ 2V sin θ/2 ബൈ ടൈം 10 seconds ഇതാണ് നിങ്ങളുടെ ആൻസർ. അപ്പം 2V എന്ന് പറഞ്ഞ സാധനം എത്രയാണ് 5 θ എത്രയാണ് 90 degree sin 90 എത്രയാണ് sin 90/2 എത്രയാണ് sin 45 എന്ന് വെച്ചാൽ എത്രയാണ് 1/√2 × 10 വെട്ടിപ്പോയി. യുവർ ആൻസർ ഈസ് എന്താടാ 1/√2. ഡയറക്ഷൻ എന്താ നോർത്ത് വെസ്റ്റ്. യുവർ ആൻസർ ഈസ് നോർത്ത് വെസ്റ്റ്. നിങ്ങളുടെ സാറേ നോർത്ത് വെസ്റ്റ് ഈ വെസ്റ്റ് എവിടെ നിന്ന് വന്നത് ഈസ്റ്റ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കടാ മൈനസ് സാധനം ഉൾട്ടടിക്കണം. അപ്പോൾ ഈസ്റ്റിലോട്ട് വന്ന സാധനത്തിനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉൾട്ടടിച്ച് വെസ്റ്റിലോട്ട് വരച്ച് വെക്കണം. അതാണ് മെത്തേഡ്. ഓക്കെ അപ്പോൾ ഈസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ നമ്മൾ 2V അല്ലെ ഡിഫറൻസ് ആണ് വെക്ടേഴ്സ് ആണ് വെറുതെ ആഡ് ചെയ്യേണ്ടാക്കാനൊന്നും പാടില്ല. ഇപ്പോൾ 2V sin θ/2 ചെയ്യുന്നു മാത്തമാറ്റിക്സ് ചെയ്യുന്നു സാധനം ചെയ്യുന്നു. ഈസ് ദാറ്റ് ക്ലിയർ? ആയിവാ മിഹ ജെബിൻ ഗുഡ്. അപ്പോൾ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ ഓപ്ഷൻ ബി 1/√2 meter per second square ടുവേർഡ്സ് നോർത്ത് വെസ്റ്റ്. ഈസ് ദാറ്റ് ക്ലിയർ? അവിടെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇനി ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതിനൂടെ ഇതൊന്നും ചെയ്ത് എല്ലാവരും വേഗം ഒരു കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. വേഗം പറഞ്ഞ് ഇനി നമ്മൾ കുറച്ചൊന്ന് സ്പീഡാക്കാൻ പോവാണ്. ഓക്കെ നമുക്ക് കുറച്ച് ഏരിയ കൂടെ കവർ ചെയ്യാനുണ്ട്. The river is flowing from east to west at a speed of 5 meter per minute. A man on the south bank of the river capable of swimming of 10 meter per minute in still water wants to swim across the shortest time. Pure theory question ആണ്. ഷോർട്ടസ്റ്റ് ടൈമിൽ അയാൾക്ക് നീന്തണമെങ്കിൽ അയാൾ എപ്പോഴും എങ്ങനെ നീന്താൻ ശ്രമിക്കണം? പെർപെൻഡിക്കുലർ ടു ദ റിവർ ആയിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ റിവർ എങ്ങനെ ഫ്ലോ ചെയ്യുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്
അല്ലേ? അപ്പോൾ അദ്ദേഹം സൗത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ റിവർ അല്ല എങ്ങോട്ടാണ് നീന്തണ്ടേ? ഓൾവേസ് ഡ്യൂ നോർത്ത് ആണ്. ഓപ്ഷൻ എ ഡ്യൂ നോർത്ത്. സിമ്പിളായിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ. ഓക്കെ, ഷോർട്ടസ്റ്റ് ടൈം അല്ലേ, എപ്പോഴും ഇങ്ങനെ തന്നെ. ഷോർട്ടസ്റ്റ് പാത്ത് ആണെങ്കിലോ അദ്ദേഹം ഇങ്ങനെയാണ് നീന്തേണ്ടത് അല്ലേ? അതെന്തിനാ എങ്ങനെ നീന്തേണ്ടത്? അല്ല സോറി, ഷോർട്ടസ്റ്റ് പാത്തിനെ അദ്ദേഹം എങ്ങനെ നീന്തേണ്ടടാ? അദ്ദേഹം ഇങ്ങനെയാണ് നീന്തേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നീന്തണേ? അപ്പോൾ ഇതിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ടാവും. ഒരു കമ്പോണൻറ്റ് ഇങ്ങനെ ഉണ്ടാവും, ഒരു കമ്പോണൻറ്റ് ഇങ്ങനെ ഉണ്ടാവും. ഈ കമ്പോണൻ്റെ പണി എന്താ? ഈ കമ്പോണൻ്റെ പണി എന്താ? ഈ കമ്പോണൻ്റെ പണി എന്താ? ഈ കമ്പോണൻ്റെ ഏത് കമ്പോണനെ? വെലോസിറ്റി ഓഫ് ദി റിവറിനെ ക്യാൻസൽ ചെയ്യാൻ. സോ ദാറ്റ് നെറ്റ് വെലോസിറ്റി എന്ന സാധനം ഇതിൽ മാത്രമേ ആവുന്നു. അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് ആവുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ് നീന്തൽ. അപ്പോൾ ഇത് നമ്മൾ ചോദിച്ചാൽ ഷോർട്ടസ്റ്റ് ടൈമാണ്. അപ്പോൾ ഓൾവേസ് പെർപെൻഡിക്കുലർ ഡ്യൂ നോർത്ത് ആണ്. ഓക്കെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഉത്തരം വേഗം കണ്ടുപിടിച്ചേടാ. വേഗം കണ്ടുപിടിച്ച് എല്ലാവരും ഉത്തരം വേഗം കണ്ടുപിടിച്ച്. The speed of a boat is 5 km/h in still water. It crosses a river of width 1 km along the shortest possible path in 15 minutes. The velocity of the water is. അപ്പോൾ നമ്മളെന്താ ചോദിച്ചുള്ള ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്താണ് അല്ലേ? ഇതൊക്കെ പ്യുവർ തിയറി സാധനമാണ് അല്ലേ? പ്യുവർ തിയറി നിങ്ങളിതൊക്കെ പഠിച്ചിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ, ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് നേരെ ഇങ്ങനെയാണ് റിസൾട്ടൻ വരേണ്ടത്. അപ്പോൾ റിസൾട്ടൻ വരണമെങ്കിൽ അദ്ദേഹം ഒരു ആംഗിളിൽ നീന്തണം. അപ്പം അതിൻ്റെ ഒരു കമ്പോണൻറ്റ് ഇങ്ങനെ ഉണ്ടാവും, ഒരു കമ്പോണൻറ്റ് ഇങ്ങനെ ഉണ്ടാവും. ഈ കമ്പോണൻ്റെ പണി എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുകുന്ന നദിയുടെ വെലോസിറ്റിയെ ക്യാൻസൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ദി മാൻ കോസ് തീറ്റയാണ് അല്ലേ? ഇതിപ്പോൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ ദ മാൻ സ്വിംസ് വിത്ത് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി വെർട്ടിക്കൽ ആണെങ്കിൽ ഇതാണ് കോസ് തീറ്റ അല്ലേ? ഇതാണ് വി എം കോസ് തീറ്റ. ഈ വി എം കോസ് തീറ്റയാണ് ഈ ഡി എന്ന് പറഞ്ഞ ദൂരം താണ്ടാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ വി എം സൈൻ തീറ്റിൻ്റെ പരിപാടി എന്താടാ? വി എം സൈൻ തീറ്റിൻ്റെ പരിപാടി എന്താ? റിവറിൻ്റെ വി ആറിനെ ക്യാൻസൽ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? എന്ന് വെച്ചാൽ വി എം സൈൻ തീറ്റിൻ്റെ പണി വി ആറിനെ ക്യാൻസൽ ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ വി എം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വി ആർ എന്നാണ് അല്ലേ? വി ആർ എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്കൽ ടു ഡി ഡിവൈഡ് ബൈ വി എം കോസ് തീറ്റ നമുക്ക് 1 - sin സ്ക്വയർ തീറ്റ. ഈ സാധനമൊക്കെ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അവസാനം ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവണം. എനിക്ക് അതിൻ്റെ ഡെറിവേഷൻ കാണിക്കാൻ സമയമില്ല. √(Vm² - VR² എന്ന് വരും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് കിട്ടും. ശരിക്കും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ T = D / Vm² - VR². ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ എന്തിനുണ്ടാ? ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്തിനുണ്ട്. ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നോക്കിക്കേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വി എം തന്നിട്ടുണ്ട്. വെച്ചാൽ വി ബോട്ട് വി മാൻ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഡി തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ മച്ചാനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതേമാതിരി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? നമുക്ക് km/hലൊക്കെയാണ് മിനിറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മിനിറ്റിനെ ഹവറിലോട്ട് മാറ്റണം. അപ്പോൾ ഞാൻ ചെയ്യുന്നു ടൈം എന്ന് പറഞ്ഞാൽ 50 minutes / 60 minutes ഹവറിലോട്ട് മാറ്റിയതാണ്. ഈസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞ സാധനം എത്രയാണ്? 1 kilometer ആണ്. √(V ബോട്ട് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 5² - VR² എന്നാണ്. അപ്പോൾ ഇത് വെട്ടി 4 times രണ്ട് സൈഡിൽ ഞാൻ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ 1/16 = 1/25 - VR² അല്ലെങ്കിൽ 25 - VR² = 16 അല്ലെങ്കിൽ 25 - 16 = VR² അല്ലെങ്കിൽ VR = √9 VR = 3 km/h. സിമ്പിൾ മാത്തമാറ്റിക്സ്. ഒന്ന് നോക്കിക്കുക, നിങ്ങളെല്ലാവരും നോക്കിക്കുക ചെയ്തത്. ഒന്ന് നോക്കിക്കുക. അവിടെ മനസ്സിലായോ? ചെയ്തത് മനസ്സിലായോ? നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യുക അറിയോ? ആദ്യത്തൊരു 20 ക്വസ്റ്റ്യൻ നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇരിക്കും. എന്നിട്ട് അവസാനത്തെ 10 ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് ചിന്തിക്കാനുള്ള കുറച്ച് മാത്സ് ഉള്ളതും ചെയ്യാം. ഇതിപ്പോൾ ഇന്ന് ആ ഒരു വെക്ടർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് 20-30 പേര് ഒറ്റ ഓടി പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ സാരില്ല, അങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് റയറായിട്ടേ വരാറുള്ളൂ. പക്ഷേ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അത് ഡിസ്കസ് ചെയ്യുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി 3 km/h.
ഓക്കെ, പ്യുവർ തിയറി ആണ്. ആ ഇക്വേഷൻ പറഞ്ഞ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഇത് നോക്കി വേഗം പറഞ്ഞടാ. സിമ്പിൾ ക്വസ്റ്റ്യൻ, വേഗം പറഞ്ഞേ. Find the resultant of three vectors OA, OB and OC as shown in the figure. Radius of the circle is R. അപ്പം ഇത് R ആണ്, ഇത് R ആണ്, ഇതും R ആണ്. അങ്ങനെയാണ് ഇവിടെ റിസൾട്ടൻറ്റ് എത്രയെന്നാണ് കാണിക്കാൻ പാടില്ല. ഇത് 45 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇതും 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വേഗം പറഞ്ഞടാ. എന്താണ് ക്വസ്റ്റ്യൻ സാർ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ ആൻസർ എന്താണെന്നോ? ഷോർട്ടസ്റ്റ് പാത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്, d/√(VM²-VR²). ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. ഷോർട്ടസ്റ്റ് ടൈം ആണെങ്കിൽ വെറും d/VM, വെറും അതാണ് നമ്മൾ ചെയ്യൽ. ക്വസ്റ്റ്യൻ മാറുമല്ലോ അപ്പോൾ അല്ലേ? അപ്പോൾ സിമ്പിൾ അല്ലേ? നമുക്ക് ബേസിക്കലി എന്തുണ്ടടാ? രണ്ട് വെക്ടർ, ആർ വെക്ടറിൻ്റെ ഒരു ആർ വെക്ടർ. ഇവിടെ ആംഗിൾ 90 ഡിഗ്രിയാണ് ബേസിക്കലി. ഓക്കെ, ഇവിടെ റിസൾട്ടൻ്റ് എന്താണ് അല്ലേ? റിസൾട്ട് നമുക്കറിയാം R√2 ആണ്. ഇവിടെ എക്സ്ട്രാ ഒരു ആർ കൂടി വന്നു. അപ്പോൾ ടോട്ടൽ എത്രയാണ്? R√2 + R, അല്ലെങ്കിൽ R × 1 + √2, ഓപ്ഷൻ ബി. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേടാ അല്ലേ? ഇർഫാന് മനസ്സിലായോ? ഒരു ആറുണ്ട്, അതിന് മാത്രം മൂന്നാമത്തെ ആറ്, നടുവത്തെ ആറ് നിങ്ങൾ മറക്കുക ഇപ്പോൾ തൽക്കാലത്തിന്. 2 R ഉണ്ട്, ആംഗിൾ 90 ഡിഗ്രിയാണ് റിസൾട്ടൻ്റ് എന്താടാ? R√2 ആണ് അല്ലേ? 2R cos θ cos 45 ഡിഗ്രി നോക്ക്. അപ്പോൾ R√2 ഉണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ആറിനെ കൺസെപ്റ്റ് പിക്ചറിലോട്ട് കൊണ്ടുവരിക. ഒരു R√2 ആയി, എക്സ്ട്രാ ഒരു R√2 ആയി, രണ്ടാണ് സെയിം ആംഗിളിലാണ്. നമുക്കൊരു വെറുതെ ആഡ് ചെയ്യാം. അപ്പോൾ R√2 + R, കാരണം തീറ്റ എത്ര 0 ഡിഗ്രിയാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എത്രയാ? R√2 R എത്രയാ? 1 + √2, അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്തു. ഇനി ഇതിൻ്റെ ഇടയിൽ 1-2 ക്വസ്റ്റ്യൻ നമ്മൾ എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. അതിന് മുമ്പ് കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് വേറെ നോക്കട്ടെ. നമുക്കതിലോട്ട് വരാം. ഇതൊന്ന് നോക്കിക്കടാ. ഇതാ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാ എല്ലാവരും ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിടാ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നല്ല ആലോചിച്ച് ആ കണ്ടീഷനൊക്കെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ചെയ്തിടാം. ഈ ക്വസ്റ്റ്യനൊക്കെ നല്ല ആലോചിച്ച് എത്ര സമയം എടുത്ത് ചെയ്തോ ആലോചിച്ച് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ ലോജിക്ക് വർക്കായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഉത്തരം പറഞ്ഞ വേഗം ഉത്തരം പറഞ്ഞ ഷട ഉത്തരം പറഞ്ഞേ. ഉത്തരം പറഞ്ഞടാ. ആടാ ഷെസിൻ അഹമ്മദ്, നീറ്റ് ബേസ്ഡ് ക്ലാസ് ആണ്. നമ്മൾ ഇവിടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള പാഠത്തിൽ കുറച്ച് നല്ല കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ നിന്ന് ഇരിക്കി, ഒന്ന് കേട്ട് നോക്ക്. സർ ഫ്രം വേർ എക്സ്ട്രാ R/2 came. എടാ നോക്കടാ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി മാത്രം പറഞ്ഞു നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 3 വെക്ടേഴ്സ് ഉണ്ട്. ഒരു R. ഈ ആംഗിൾ 45 ഡിഗ്രി, ഈ ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ ഞാൻ അതിനൊന്ന് മാറ്റി വരച്ചു. എൻ്റെ കൺവീൻഷൻ ഒന്ന് മാറ്റി വരച്ചു. അത് ഞാൻ 2 Rനെ മാത്രം കൺസിഡർ ചെയ്തു. ഈ ആറിനെ കൺസിഡർ ചെയ്തു, ഈ ആറിനെ കൺസിഡർ ചെയ്തു. ഇത് 45, ഇത് 45 എന്ന് വെച്ചാൽ മൊത്തം ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് വെക്ടേഴ്സ് ആണ് അല്ലേ? ഇത് വെക്ടേഴ്സ് ആണ്. 2 R. ഇവിടെ റിസൾട്ടൻ R എങ്ങനെ ആയിരിക്കും? ഇവിടെ ഒരു റിസൾട്ടൻ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെയായിരിക്കും. 2 ഈക്വൽ സാധനം. ആക്ടിങ് ആംഗിൾ തീറ്റ ആണെങ്കിൽ 2R sin θ അല്ല cos θ/2 cos 45, 2R cos 45, 2R × 1/√2 എന്ന് വെച്ചാൽ R√2 ആണ് ഇവരുടെ റിസൾട്ടൻറ്റ്. ഇനി നമുക്ക് എന്തുണ്ട്? ഒരു എക്സ്ട്രാ R കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തിലൂടെ തന്നെ വേറൊരു എക്സ്ട്രാ R കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടലി ആ ഒരു ലൈനിൽ തന്നെ ആ ഒരു ആംഗിൾ തന്നെ എത്രയുണ്ട്? R/√2 + R ഉണ്ട് അല്ലേ? രണ്ടും ഒരേ ഡയറക്ഷൻ ആയിട്ട് സിമ്പിൾ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അവിടെ തീറ്റ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. R√2 + R ആണ്. അപ്പോൾ R ഞാൻ കോമൺ ആക്കി പുറത്തെടുത്തു. ബാക്കി √2 + 1. ദിസ് ഈസ് മൈ ആൻസർ, ഓപ്ഷൻ ബി. ഇതിന് ഉത്തരം പറയടാ. അപ്പോൾ നോക്ക്, എ മാൻ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദി ഫാത്തിമ ഗുഡ്. നോക്ക്, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എ മാൻ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദി റോഡ് ഹോൾഡിങ് ഹിസ് അംബ്രല്ല അറ്റ് 30 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ. ഓക്കെ, അപ്പം ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അംബ്രല്ല
30 ഡിഗ്രി വിത്ത് വെർട്ടിക്കലായിട്ടാണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, 30 വെർട്ടിക്കൽ ടു കീപ് ദ റെയിൻ അവേ എന്ന് വെച്ചാൽ മഴ ഇങ്ങനെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആൾ നിൽക്കുകയാണ്, വെറുതെ നിൽക്കുകയാണ്. ജസ്റ്റ് സ്റ്റാൻഡിങ് ചെയ്യുമ്പോൾ തന്നെ ആൾ ഇതെങ്ങനെയാണ് കുട പിടിച്ച് നിൽക്കുന്നത്, കാരണം മഴ ഒരു 30 ഡിഗ്രി ആംഗിളാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഹി ത്രോസ് ദി അംബ്രല്ല ആൻഡ് സ്റ്റാർട്ട് റണ്ണിങ് അറ്റ് ആൻ ആംഗിൾ 10 കിലോമീറ്റർ, റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 10 കിലോമീറ്റർ പെർ. ഇനി രണ്ടാമത്തെ സീനേരിയോ എന്താണ്? അദ്ദേഹം 10 കിലോമീറ്റർ പെർ ഹവറിൽ ഓടുമ്പോൾ 10 കിലോമീറ്റർ ഹി ഫൈൻഡ്സ് ദാറ്റ് ദ റെയിൻ ഡ്രോപ്സ് ആർ ഹിറ്റിംഗ് ഹിസ് ഹെഡ് വെർട്ടിക്കലി എന്ന് വെച്ചാൽ അദ്ദേഹം കുട എറിഞ്ഞ് 10 കിലോമീറ്റർ പെർ സ്പീഡ് ഹൊറിസോണ്ടിൽ ഓടുമ്പോൾ അദ്ദേഹത്തിന് നേരത്തെ 30 ഡിഗ്രിയിൽ ഇടിച്ച മഴ ഇപ്പം എങ്ങനെയാണ് തോന്നുന്നത്? ഇപ്പോൾ വെർട്ടിക്കലി ഇടിക്കുന്നതായിട്ടാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഒന്ന് സൂക്ഷിച്ച് ആലോചിച്ച് നോക്കിക്കേ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ അത് മഴ ഇങ്ങനെയാണ് ഇടിക്കുന്നത്. നേരത്തെ മഴയ്ക്ക് 2 കമ്പോണൻ്റ് ഉണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ പെയ്യുന്ന മഴയ്ക്ക് 2 കമ്പോണൻ്റ് ഉണ്ടായിരുന്നു. ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടായിരുന്നു, ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടായിരുന്നു അല്ലേ. രണ്ടാമത്തെ സിനേറിയത്തിന് അദ്ദേഹം വെർട്ടിക്കൽ കമ്പോണൻ്റ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ ആര് വിഴുങ്ങി? ഈ സ്പീഡ് വിഴുങ്ങി അല്ലേടാ. ഒന്നുകൂടി നോക്കാം. ഇനീഷ്യൽ സിനാരിയോയിൽ അദ്ദേഹം 30 ഡിഗ്രി ആംഗിൾ കുട പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ 30 ഡിഗ്രിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അപ്പോൾ 30 ഡിഗ്രി ആംഗിൾ എന്ന് വെച്ചാൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മഴയ്ക്ക് 2 കമ്പോണൻ്റ് ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് അല്ലേ. ഇനി അദ്ദേഹം 10 കിലോമീറ്റർ പെർ ഹവറിൽ ഓടുമ്പോൾ അദ്ദേഹത്തിന് വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ നേരത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ ആര് ബാലൻസ് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വെലോസിറ്റി 10 കിലോമീറ്റർ പെർ ഹവർ ബാലൻസ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ എഴുതുന്നു ഇവിടുത്തെ, അപ്പോൾ ഇതാണ് 30 ഡിഗ്രി അല്ലേ. അപ്പം ഇങ്ങനെ പെയ്യുമ്പോൾ സോറി വെർട്ടിക്കൽ എന്നല്ല പറഞ്ഞേ അല്ലേ. അപ്പം എന്താ ബേസിക്കലി ആരാണ് കോമ്പൻസേറ്റ് ചെയ്തത്? അപ്പോൾ ഇതാണ് 30 ഡിഗ്രി അല്ലേ, ഇതാണ് 30 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ അല്ലേ. അപ്പോൾ നേരത്തെ ഇങ്ങനെയായിരുന്നു മഴ പെയ്ത്, വിത്ത് വെർട്ടിക്കൽ 30 ഡിഗ്രിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ വി ആർ സൈൻ 30 ഡിഗ്രീനെ ആര് കോമ്പൻസേറ്റ് ചെയ്തു? രണ്ടാമത്തെ സീനിൽ 10 കിലോമീറ്റർ കോമ്പൻസേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് സിമ്പിൾ എഴുതാം വി ആർ സൈൻ 30 ഡിഗ്രി ഈസിക്കൽ ടു 10 ആകുന്നു. അല്ലെങ്കിൽ വി ആർ സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ഈസിക്കൽ ടു 10 ആകുന്നു. അല്ലെങ്കിൽ വി ആർ എന്ന് പറഞ്ഞ സാധനം ഈസ് ആക്ച്വലി 20 കിലോമീറ്റർ പെർ ഹവർ. ഈ സാധനം ഈസ് ആക്ച്വലി 20 കിലോമീറ്റർ പെർ ഹവർ. ഈസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? ഈസ് ദാറ്റ് ക്ലിയർ അല്ലേ? ഈ കമ്പോണൻറ്റ് 10 കിലോമീറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ 10 കിലോമീറ്റർ ഓടിയപ്പോൾ ഈ രണ്ടും ക്യാൻസൽ ഓഫായി. ഈ മച്ചാനും ക്യാൻസൽ ഓഫായി. നെറ്റായിട്ട് ഈ മച്ചാൻ മാത്രം നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വെർട്ടിക്കലി ഇടിക്കുന്നത് പോലെ തോന്നിയത്. മനസ്സിലായോടെ പിള്ളേരെ? മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഏതാ the rain with respect to the ground അല്ലേ, with respect to the നെറ്റ് സാധനം, with respect to the ground എത്രയാ? 20 കിലോമീറ്റർ പെർ ഹവർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദി അബവ് പ്രോബ്ലം ദ സ്പീഡ് ഓഫ് ദി റെയിൻ ഡ്രോപ്പ് വിത്ത് റെസ്പെക്ട് ടു ദി മൂവിങ് മാൻ ഈസ്. വിത്ത് റെസ്പെക്ട് ടു ദി മൂവിങ് മാൻ എന്താ? മൂവിങ് മാൻ ഇപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. മൂവിങ് കമ്പോണൻറ്റ് ഇപ്പോൾ എന്ത് മാത്രം അനുഭവപ്പെടുന്നുള്ളൂ? ഈ മച്ചാൻ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. ഈ മച്ചാൻ എന്താണ്? വി ആർ കോസ് 30 ഡിഗ്രിയാണ്. വി ആർ എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യനെ കണ്ടു 20 ആണ്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് 20 ആണ്. കോസ് 30 എന്ന് വെച്ചാൽ എത്രയാ? √3/2. വെട്ടി 10. യുവർ ആൻസർ ഈസ് 10√3 കിലോമീറ്റർ പെർ അവർ. ഈസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഭയങ്കര കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി. ഒന്നുകൂടി പറഞ്ഞു തരാം. ആദ്യം അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്നു. അദ്ദേഹം കുട ഇങ്ങനെയാണ് പിടിക്കുന്നത്, മേക്കിംഗ് ആംഗിൾ θ ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. എന്ന് വെച്ചാൽ മഴ എന്നുള്ള സാധനം
ഇതും തീറ്റ അടിക്കണം അല്ലേ, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ മഴയ്ക്ക് 2 കമ്പോണൻ്റ് ഉണ്ട് അല്ലേ, മഴയ്ക്ക് 2 കമ്പോണൻ്റ്. എന്ത് കമ്പോണൻ്റ്? ഒന്നൊരു VR സൈൻ തീറ്റ കമ്പോണൻ്റ്, ഒരു VR കോസ് തീറ്റ കമ്പോണൻ്റ്. അദ്ദേഹം കുടക്ക് എറിഞ്ഞ് ഇങ്ങനെ ഒരു 10 കിലോമീറ്ററിൽ ഓടുമ്പോൾ അദ്ദേഹത്തിന് എന്ത് മാത്രം അനുഭവപ്പെടുന്നുള്ളൂ? ഈ കമ്പോണൻ്റ് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ 10 കിലോമീറ്റർ ആരെ ബാലൻസ് ചെയ്തടാ? VR സൈൻ തീറ്റ ബാലൻസ് ചെയ്ത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എഴുതുന്നു VR സൈൻ തീറ്റ എന്ന് വെച്ചാൽ 30 ഡിഗ്രി ക്വസ്റ്റ്യൻ തന്നത് =10. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുന്നു? VR =20 എന്ന് കിട്ടുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന വെലോസിറ്റി എത്ര? അദ്ദേഹത്തിന് ആകെ അനുഭവപ്പെടുന്നത് ഇതാണ് ഓടുമ്പോൾ. അപ്പോൾ ഞാൻ എഴുതുന്നു VR കോസ് തീറ്റ ആണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. VR എന്ന് പറഞ്ഞാൽ 20 ആണ്, കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. വെട്ടി 10√3 ആണ് ആൻസർ. ഓപ്ഷൻ സി. Is that clear? Is that clear, ladies and gentlemen? മനസ്സിലായോ? 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 ഓക്കെ അല്ലേ? ഞാൻ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചെയ്തപ്പം അത് MTC അതേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഷടപടേന്ന് പറഞ്ഞ ഉത്തരം പറഞ്ഞു അല്ലേ. നിങ്ങൾ നേരത്തെ നിങ്ങളെ മെമ്മറി വെച്ചാണ്ട് ഫോട്ടോ മെമ്മറിയൊക്കെ വെച്ചാണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു. അപ്പോൾ അത് വരണ്ടാന്ന് വെച്ചാണ്ട് ഞാൻ പ്രീവിയസ് ഇയർ IIT ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു പഠിക്കുമേള, സോ ദാറ്റ് ഞാൻ കുറച്ചുകൂടി ഒന്ന് പക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ IIT ക്വസ്റ്റ്യൻ വന്നത്. പക്ഷേ ഇന്ന് കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ കുറേ പേര് ഓടിപ്പോയതുകൊണ്ട് നമ്മൾ വല്ലാണ്ട് സ്ലോ ആയിപ്പോയി. അതുകൊണ്ട് പല ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇന്നത്തെ പ്രൈസ് മണി ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, എന്നിട്ട് ഇന്നത്തെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ചാൽ ഓപ്ഷൻ സി ആണ് അതിന് ഉത്തരം. ഓക്കെ, ഒന്ന് ആലോചിച്ച് വീഡിയോന് ശേഷം ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ തപ്പിയാൽ കിട്ടും. ഓക്കെ, ഇതൊക്കെ IIT കുറച്ച് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒന്ന് റങ്ക് ആയിക്കോട്ടെ എന്ന് വെച്ച് ഉൾപ്പെടുത്തിയാണ്. ഇതൊന്നും നിങ്ങൾക്ക് ചോദിക്കാനേ പോകുന്നില്ല. നിങ്ങൾക്ക് ഇത്രയ്ക്കും സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നെ എങ്ങനെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, PDF ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. ഓക്കെ, അയക്കാൻ പറയാം. ഇനി നമ്മുടെ ക്യാഷ് പ്രൈസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ഉത്തരം കണ്ടുപിടിക്കുന്ന ആൾക്ക് നമ്മൾ എന്ത് സ്പോൺസർ ചെയ്യുന്നു? DOPA ക്യാപ്സ്യൂൾ. വേഗം കണ്ടുപിടിച്ച് ഫസ്റ്റ് ഉത്തരം തരുന്ന ആൾക്ക്. എ പ്രൊജക്ടൈൽ ഈസ് ഗിവൺ ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് I cap + 2j cap where I is along the ground. Where I not where I cap. Where I cap is along the ground and j cap is along the vertical. If g is equal to 10 meter per second square, the equation of its trajectory is. ട്രജക്ടറിയുടെ ഇക്വേഷൻ എന്ത് എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേഗം ചെയ്ത് വേഗം ഉത്തരം പറഞ്ഞേടാ. വേഗം ഉത്തരം പറഞ്ഞേ. കമോൺ. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒന്ന് ദയവ് ചെയ്ത് പറയുക, നാളെ മൊത്തം ക്ലാസ് ഞാൻ എങ്ങനെ എടുക്കണം അല്ലേ. നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ ഒരു 10-20 പേര് ക്ലാസ്സിന് ശേഷം ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഇത് റെഡിയാക്കണം, എന്താണ് എൻ്റെ ഭാഗത്തിൽ വന്ന മിസ്റ്റേക്ക് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് ക്ലാസ് റെഡിയാക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാളെ നിങ്ങൾ ക്ലാസ് വരുന്നതിന് മുമ്പ് ഒന്ന് ദയവ് ചെയ്ത് ലോസ് ഓഫ് മോഷൻ എന്ന പാഠം ഒന്ന് മറച്ച് നോക്കുക. എന്നാലും ഞങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവുള്ളൂ അല്ലേ. ഈ ഫിസിക്സ് എന്നുള്ള പാഠമൊക്കെ നിങ്ങൾക്ക് അത്രയും എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്നൊരു ബേസിസിലാണ് ഞാൻ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, സാരില്ല, അങ്ങനെ തന്നെ പഠിക്കുക, ചടക്കേണ്ട ആവശ്യമില്ല. അപ്പം 5x² - 2x + y = 0. 5² - 2xy + 0. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ചെയ്തോട്ടെ, ബാക്കി എല്ലാവരും സുല്ലിട്ടോ. അപ്പോൾ എനിക്കറിയാം ട്രജക്ടറിയുടെ ബേസ് ഇക്വേഷൻ y = x tan θ - gx² / 2u² cos² θ ആണ്. ഇതാണ് ബേസിക് ഇക്വേഷൻ ട്രജക്ടറിയുടെ. ഇനി ബേസിക്കലി ക്വസ്റ്റ്യൻ ഒന്നുമില്ല, സാധാരണ അതുപോലെ ഇട്ട് കൊടുക്കുക.
ഓക്കെ, ടാൻ തീറ്റ എന്ന് പറഞ്ഞ സാധനം എനിക്കറിയാം. അപ്പം ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് എന്ന് പറഞ്ഞ സാധനം എന്താടാ? കെ പ്ലസ് 2j ക്യാപ് എന്ന സാധനം എന്താ? ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഇതാണ് ഐ ക്യാപ്, ഇതാണ് ജെ ക്യാപ്. അപ്പം വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം ഐ ക്യാപ് പ്ലസ് 2j ക്യാപ്പ് ആണ് അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി ഐ ക്യാപ് പ്ലസ് 2j ക്യാപ്പ് ആണ്. അപ്പോൾ ടാൻ തീറ്റ, അപ്പോൾ ഇതാണ് ഒരു ട്രയാങ്കിൾ അല്ലേ? ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇത് ഐ ആണ്, ഇത് 2j ആണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? അപ്പോൾ 2/1 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ y ഇസ് ഇക്വൽ ടു എക്സ് ഇൻറ്റു 2 മൈനസ് ജി എക്സ് സ്ക്വയർ. ജീനൊക്കെ പകരം 10 എന്നൊക്കെ കൊടുക്കുക, കാരണം ക്വസ്റ്റ്യൻ 10 എന്നൊക്കെ തന്നിട്ടുണ്ട്. 10x സ്ക്വയർ ഡിവൈഡ് ബൈ 2 യു സ്ക്വയർ. യു എന്ന് പറഞ്ഞ സാധനം, ഇതിൻ്റെ യു എന്താണ്? നെറ്റ് യു ആണ് അല്ലേ? നെറ്റ് യു ആണ്. ഇപ്പോൾ രണ്ടാണ് നമ്മൾ ആംഗിൾ 90 ഡിഗ്രിയാണ് നമുക്കറിയാം, കാരണം ഐയും ജെയും ആണ്. രണ്ടാണ് നമ്മൾ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ റിസൾട്ടിന് എന്തായിരിക്കും? റിസൾട്ടിന് എന്തായിരിക്കും? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 5 ആണ് നെറ്റ് വെലോസിറ്റി അല്ലേ? നെറ്റ് വെലോസിറ്റി റൂട്ട് 5 ആണ്. അപ്പോൾ റൂട്ട് 5 ദ ഹോൾ സ്ക്വയർ, അതാണ് നെറ്റ് വെലോസിറ്റി യു. ഇനി കോസ് സ്ക്വയർ തീറ്റ. ഇനി കോസ് തീറ്റ എന്താ? നമ്മൾ ട്രയാങ്കിൾ എങ്ങനെയാടാ? ഇത് 1 സൈഡ്, ഇത് 2 സൈഡ്, ഇതാണ് തീറ്റ, ഇത് റൂട്ട് 5 ആണ്. നെറ്റ് വെലോസിറ്റി റൂട്ട് 5 ആണെന്ന് എനിക്കറിയാം. അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രടാ? 1/√5 അല്ലേ? അഡ്ജസ്റ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 1/√5 ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ റൂട്ട് 5 സ്ക്വയറും റൂട്ട് 5 സ്ക്വയറും വെട്ടാം, ഇത് വെട്ടി ഇതും വെട്ടി ഇങ്ങനെ വെട്ടാം. അപ്പം എൻ്റെ ആൻസർ എന്താടാ? y ഇസ് ഇക്വൽ ടു 2x മൈനസ് 5x സ്ക്വയർ. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബൂമ്പ. ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. എന്തൊരു ഓപ്ഷൻ ആരാ പറഞ്ഞിട്ടുള്ളത്? 5x സ്ക്വയർ മൈനസ് 2x പ്ലസ് y. ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5x സ്ക്വയർ മൈനസ് 2x പ്ലസ് y ഇസ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പം 5x സ്ക്വയർ മൈനസ് 2x പ്ലസ് y. യെസ്, ഫാത്തിമത്തുൽ ഫിദയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാത്തിമത്തുൽ ഫിദന് കൺഗ്രാജുലേഷൻ, നിങ്ങൾക്ക് എന്തെടുത്തിട്ടുണ്ട്? ഡോപ്പ ക്യാപ്സുൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ y ഇസ് ഇക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നാണ്. ടാൻ തീറ്റ നമുക്ക് ആകെ തന്നുള്ള വാല്യൂ എന്താണ്? എക്സ് കമ്പൗണ്ട് വൈ കമ്പൗണ്ട് വെലോസിറ്റി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ട്രയാങ്കിൾ ഫോം ചെയ്തു. ആ ട്രയാങ്കിളിൽ നമ്മൾ ടാൻ തീറ്റ കണ്ടുപിടിച്ചു, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. കോസ് തീറ്റ റിസൾട്ടിന് കണ്ടുപിടിച്ചു, ഹൈപ്പോട്ടന്യൂസ് ആണ് റൂട്ട് 5 ആണ്. അതിൽ നിന്ന് കോസ് തീറ്റ കണ്ടുപിടിച്ചു, അതേമായിട്ട് കൊടുത്തു. സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്തു, നിങ്ങൾക്ക് ഉത്തരം കിട്ടി. ഡോപ്പയിലെ സ്റ്റുഡൻറ്റിന് മാത്രമേ പേഴ്സണലായിട്ട് ഡൗട്ട് ചോദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ലടാ, നിങ്ങൾ എങ്ങനെയൊക്കെ ചോദിച്ചോ. ഓക്കെ, നിങ്ങൾ ആരോടും പറയണ്ട. ഓക്കെ, അപ്പം എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ പറ്റുന്ന പോലെ ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരാം, നിങ്ങളെല്ലാം നോക്കിക്കോ. ഇതൊക്കെ വെറുതെ ഞാൻ കുറച്ചൊന്ന് കടുകട്ട് ചെയ്ത് നിങ്ങളെല്ലാം ഇനി കാണാപ്പാടം ഒന്ന് ഛർദ്ദിച്ചാലോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാത്തിമത്തുൽ ഫിദായി, നിങ്ങൾ ഡോപ്പ സ്റ്റുഡൻറ്റ് ആവേണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡോപ്പ ക്യാപ്സുൾ കിട്ടിയിട്ടുണ്ട്. അടിയിലുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഫാത്തിമത്തുൽ ഫിദയ്ക്ക് നിങ്ങൾക്ക് ഡോപ്പ ക്യാപ്സുൾ സാധനം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടോ. ഇന്ന് അതിൽ ക്ലാസ് ജോയിൻ ചെയ്തൊരു അടിപൊളി ക്ലാസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കണ്ടോ. ഇതാണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. വെറുതെ നോക്കി വെച്ചോ, ഇതിനൊരു ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഐഡിയ പറഞ്ഞുതരാം, സ്ലോ ആയിട്ട് ചെയ്തോ. നിങ്ങൾക്ക് ആക്സറേഷൻ തന്നിട്ടുണ്ട്, സെൻട്രിപിറ്റൽ ആക്സറേഷൻ തന്നില്ല. നിങ്ങൾ പവറാണ് ചോദിച്ചിട്ടുള്ളത്. പവർ എന്ന് പറഞ്ഞ സാധനം ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോഴ്സ് കാണുമെങ്കിൽ മാസ് ഇൻറ്റു ആക്സറേഷൻ്റെ വെലോസിറ്റി ആണ്. ഈ ആക്സറേഷൻ ടാൻജൻഷ്യൽ ആക്സറേഷൻ ആണ്. ടാൻജൻഷ്യൽ ആക്സറേഷൻ കണ്ടുപിടിക്കൽ dv/dt എന്നൊരു സാധനമാണ്. നിങ്ങൾ അയ്യോ ഇതെന്താണ് അറബിയാണെന്ന് ശരിക്കും തോന്നുന്നുണ്ടാവും. നിങ്ങൾ സ്ലോ ആയിട്ട് ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. dv/dt ആണ്. അപ്പോൾ നിങ്ങൾക്ക് v എന്ന സാധനം കണ്ടുപിടിക്കണം. v എന്ന സാധനം എങ്ങനെ പിടിക്കും? സെൻട്രിപിറ്റൽ ആക്സറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈക്വൽ ടു v²/r എന്ന് കണ്ടുപിടിച്ചിട്ട് v എന്ന സാധനം കണ്ടുപിടിക്കുക. വിയിൽ നിന്ന് dv/dt കണ്ടുപിടിക്കുക. dv/dt നിന്ന് at കണ്ടുപിടിക്കുക. എന്നിട്ട് v, ഇവിടുത്തെ v അതേമാതിരി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫൈനലി പവർ ആവും. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ട്രജക്ടൈൽ മോഷൻ. ഒരു ബോഡി ഇങ്ങനെ ഇടുന്നു, അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ വെലോസിറ്റി എന്ത് എന്ന് ആലോചിച്ച് പ്ലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് സി ആയിട്ടാണ് കിട്ടുക. ഓക്കെ, മെല്ലെ ആലോചിച്ചാൽ മതി. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റിവർ ക്രോസിംഗ് പ്രോബ്ലം ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, എക്സാക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ t=√(v(r²) vb² - vr². ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കേണ്ടത്. സെയിം ഇക്വേഷൻ ഇട്ട് കൊടുക്കുക.
ഇതും സിമ്പിൾ സാധനമാണ്. ജസ്റ്റ് നോക്കുക. ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ട്. 2 മോഷൻ, ഒന്ന് ഇങ്ങനെ പോയി അടുത്ത് ഇങ്ങനെ പോയി. ഇവിടെയൊക്കെ ഇതേ കമ്പോണൻറ്റ് ആദ്യം ഫോഴ്സ് നമ്മൾ വർക്കാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ വർക്കിൽ ചെയ്യാം കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ വർക്ക് എന്നുള്ള പാഠത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനതൊരു ഡോട്ട് പ്രൊഡക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വെക്ടർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടാണ്, അതിൻ്റെ ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ നോക്കണ്ട. വർക്ക് എന്നുള്ള പാഠത്തിൽ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇതും ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നൊക്കെ സാധനമാണ്. ഇതും നമുക്ക് വർക്കിൽ വേണമെങ്കിൽ ചെയ്യാം. നാളത്തെ ലോസ് ഓഫ് മോഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതായിരിക്കും. ഓക്കെ, അത് ലോസ് ഓഫ് മോഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇത് ചെയ്തു തരാം കേട്ടോ. നാളെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വെറുതെ നോക്കുക, നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ച് നോക്കും, ഉത്തരം കിട്ടും. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ഇവിടെ ഒരു മനുഷ്യനുണ്ട്. ഇദ്ദേഹത്തെ നോക്കിയാണ് പോകുന്നത്, ഇയാളെ നോക്കിയാണ് പോകുന്നത്. ഇയാളാണെങ്കിൽ ഇയാളെ നോക്കിയിട്ടാണ് പോകുന്നത്, ഇയാളാണെങ്കിൽ ഇയാളെ നോക്കിയിട്ടാണ് പോകുന്നത്, ഇയാളാണെങ്കിൽ ഇയാളായിട്ട് നോക്കി പോകുന്നത്. അങ്ങനെ അവസാനം അയാൾ ഇങ്ങനെ പോയി അവസാനം എല്ലാവരും സെൻട്രലാണ് മീറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ ലോജിക്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. സെൻട്രലാണ് മീറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ വരച്ച് ഇങ്ങനെയാണ് സംഭവം. ഇപ്പോൾ റിസൾട്ടൻറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്, റിസൾട്ടൻറ്റ് വെലോസിറ്റി എന്ന സാധനം ഇതാണ്. അവസാനം നിങ്ങൾക്ക് T/√2 ഡിവൈഡ് ബൈ V/√2 വെട്ടി D/V എന്നുള്ള ഉത്തരമാണ് കിട്ടുക. നമുക്ക് നാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഒരു IIT ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ലെവൽ കൂടി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഞാൻ ഇപ്പം ഇന്ന് ചെയ്യാത്ത ക്വസ്റ്റ്യനൊക്കെ കുറച്ചൊന്നൊരു പടിക്ക് മേലെയാണ്. അത് നിങ്ങൾ ഇന്നലെ കാണാപ്പാടം പഠിച്ച പോലെ കുറേ ഉത്തരം പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചിട്ട് ചെയ്തതാണ്. ഇത് ഇൻ കേസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 1-2 ക്വസ്റ്റ്യൻ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൂഗിളൊക്കെ അടിച്ചാൽ കിട്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ഗൈഡൊക്കെ റെഫറൻസ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ നാളെ ക്ലാസ് എടുക്കാൻ വരികയാണ്. ഓക്കെ, അപ്പം നാളെ പാക്കലാം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഡോപ്പയുടെ ക്യാപ്സ്യൂൾ ബാച്ച്, രണ്ടാമത്തെ പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. റിപ്പീറ്റേഴ്സ് ബാച്ചും തുടങ്ങിയിട്ടുണ്ട്, അതിന് ജോയിൻ ചെയ്ത് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് തിയറി അറിയാം, ഓൾറെഡി കുറച്ച് നോളേജ് ഉണ്ട് എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ ബേസിലോട്ടൊന്നും പോകാണ്ട് അതിൻ്റെ മേലെ കിടന്ന് കളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ബേസിലോട്ട് വരികയാണെങ്കിൽ എക്സാമിൻ്റെ തലേന്നല്ല നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലേ, നമ്മൾ കുറച്ച് ഇരുന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പം അതിനുള്ള സമയമല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പെരിഫറലായിട്ട് പറഞ്ഞു പോകുന്നത്. എന്നാലും ഞാൻ കുറച്ചൊക്കെ ഒന്ന് അടിയിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, 1.5 മണിക്കൂറുള്ള 30 ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ക്ലാസ് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ പറയാം. ഓക്കെ, അപ്പം ഞാൻ പോവുകയാണ്. സീ യു ബൈ. ഓക്കെ, നാളെ കാണാം.